Good morning, all. Good morning. Good morning, ma'am. പ്രപഞ്ച സൃഷ്ടാവിനെ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം തുടങ്ങട്ടെ. നല്ല വാക്കും നല്ല പ്രവൃത്തിയും നമ്മുടെ ദിവസത്തെ നയിക്കട്ടെ. സ്നേഹവും കരുണയും കൊണ്ട് ഇന്നത്തെ ദിവസം മനോഹരമാകട്ടെ. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ ജോയിൻ ചെയ്യേണ്ടത് ഷമീറ മാം ആണ്. മാം ജോയിൻ ചെയ്തിട്ടില്ല എന്നാണ് തോന്നുന്നത്. കാണുന്നില്ല ഇതില്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ വല്ല നെറ്റ് ഇഷ്യൂ റേഞ്ച് ഇഷ്യൂ എന്തെങ്കിലും വന്നിട്ടുണ്ടാവാം. ഞാൻ ജസ്റ്റ് ഒന്ന് മിസ് കോൾ ചെയ്ത് നോക്കട്ടെ കേട്ടോ. രാവിലെ മെസ്സേജ് ഇട്ടത് മാം നോക്കിയിട്ടുണ്ട്. മാം ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ, ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാനായിട്ട് ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ളത് ഷമീറ മാം ആണ്. മാം സൈക്കോളജിക്കൽ കൗൺസിലർ ആണ്, മൈൻഡ് കോച്ച് ആണ്. മാമിനെ വളരെ സന്തോഷത്തോടെ ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യണം. അതുപോലെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും ഈ ഒരു സെഷനിലൂടെ സ്നേഹത്തോടു കൂടി വെൽക്കം ചെയ്യുന്നു. മാം ഏത് ലിങ്കിലാണാവോ ജോയിൻ ചെയ്തിരിക്കുന്നത്? ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞതിനോട് ഞാനിപ്പോ വിളിച്ചപ്പോ. അതെ, ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും പറഞ്ഞത് ജോയിൻ ചെയ്തു എന്നാ. ടീച്ചർ മാമിന് പരിചയമുണ്ടാ ഷമീറ മാമിന്? എന്റെ സുഹൃത്താണ്. അതല്ലേ, ഞാനിപ്പോ വിളിച്ചപ്പോഴും ജോയിൻ ചെയ്തു എന്നാ പറഞ്ഞത്. ഏത് ലിങ്കിലാണാവോ? ഞാൻ ലിങ്ക് അയച്ചു കൊടുക്കട്ടെ ഒന്നുകൂടെ. എന്നോട് ലിങ്ക് അടിച്ചു നോക്ക്. ജോയിൻ ചെയ്തല്ലോ എന്ന് അറിഞ്ഞു. ഞാനിപ്പോ വിളിച്ചപ്പോഴും കോൾ എടുത്തു വന്നിട്ട് ജോയിൻ ചെയ്തല്ലോ എന്ന് പറഞ്ഞു. ഒന്നുകൂടെ അയച്ചു കൊടുക്കാം. വിളിക്കുന്ന നമ്പർ ഇപ്പോൾ ഞാനിപ്പോ വിളിച്ചപ്പോ എടുത്തു ഫോണ്. ആള് വേറെ ഏതോ ലിങ്കിലേക്കാന്ന് തോന്നുന്നുണ്ട് ജോയിൻ ചെയ്തത്, അറിയില്ല. ഇപ്പൊ ലിങ്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. എന്താണ് എല്ലാവരുടെയും അവസ്ഥയൊക്കെ? മഴയൊക്കെ മഴയുണ്ടോ ഇപ്പൊ അവിടെ? എന്തൊരു മഴയാ! ആ, ഇവിടെ ഇപ്പൊ ഇന്നലെ രാത്രിയിലൊക്കെ ഒന്ന് ശാന്തായിട്ടുണ്ട്. പിന്നെ ഇപ്പൊ രാവിലെ ഒന്നും മഴയില്ല, വെളുപ്പിനൊന്നും പെയ്തിട്ടില്ല. ഗുഡ് മോർണിംഗ് മാം. ഇപ്പൊ മാം ജോയിൻ ചെയ്തിട്ടുണ്ട്. നേരത്തെ വേറെ ഏതോ ലിങ്കിൽ ജോയിൻ ചെയ്തു തോന്നുന്നുണ്ട്. അതെ അതെ, ഗുഡ് മോർണിംഗ്. അവിടെ വേറെ ആരോ ഉണ്ടായിരുന്നു? ആണോ? 2-3 ആളുകൾ ഉണ്ടായിരുന്നു. അതറിയില്ല ചേട്ടാ.
മാറി ചെയ്തു. ആ, എവിടെയാന്ന് അറിയാം, എവിടെ എത്തിപ്പെട്ടുണ്ട് രാവിലെ തന്നെ. പറവൊക്കൊന്നും ഇങ്ങോട്ട് ഒലിച്ചോ ആ, കൊണ്ടോട്ടേക്ക്? നല്ല മഴയല്ലേ? എല്ലാരും സേഫ് അല്ലേ? ഓക്കെ അല്ലേ? സേഫാണ്. ഓക്കെയാണ് മാം. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാലേ മാം? മാമിനെ വെൽക്കം ചെയ്തു. മാം ഇതിലുണ്ടെന്ന് വിചാരിച്ചിട്ട്. ആ, സ്റ്റാർട്ട് ചെയ്യാലേ? തുടങ്ങാം. കാണുന്നുണ്ടല്ലേ? ക്ലിയർ ഉണ്ടോ? കാണുന്നുണ്ട് മാം. ക്ലിയർ ഉണ്ട്, ക്ലിയർ ഉണ്ട്. അവിടുന്ന് അപ്പുറത്തെ ലൈറ്റ് ഇടണം നോക്കട്ടെ. നമ്മുടെ ടോപ്പിക് എന്തായിരുന്നു? ടോപ്പിക് തന്നെ മറന്നു ഞാൻ. കിട്ടിയ ടോപ്പിക്ക് ആ, ഞാൻ അധികം ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. അപ്പൊ എല്ലാവരും സേഫാന്ന് വിചാരിക്കുന്നു. നല്ല മഴയാണ് അല്ലേ? ഞാൻ കരുതി ഇന്ന് ആരും ഉണ്ടാവില്ലേ, കാരണം നെറ്റൊക്കെ അവൈലബിൾ ആണോ, കറണ്ട് പോയിട്ടുണ്ടാവോ. അപ്പൊ എന്നാലും നമ്മൾ അഞ്ചെട്ട് ആളുകൾ ഉണ്ട് അല്ലേ? മാഷാ അല്ലാ, സന്തോഷം. അപ്പൊ എന്നെ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പരിചയപ്പെടുത്താണ്. എൻ്റെ പേര് ഷമീറ എന്നാണ്. പിന്നെ മെന്റൽ ഹെൽത്ത് കൗൺസിലിംഗ് മേഖലയിലാണ്. അതുപോലെ NLP ട്രെയിനിങ് അങ്ങനെ കോഴ്സുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊന്നും ജീവിതത്തിൽ പ്രാക്ടിക്കൽ ആക്കണ്ടോ ചോദിച്ചാൽ ഈ കോഴ്സുകളൊക്കെ എപ്പോഴെങ്കിലും കൗൺസിലിങ്ങിനൊക്കെ ആരെങ്കിലും വരുമ്പോഴൊക്കെയാണ് NLP ഒക്കെ യൂസ് ചെയ്യാറുള്ളത്, വളരെ അപൂർവമായിട്ട്. പിന്നെ അധികം ക്ലാസ് എടുക്കാൻ പോകലാണ്. ആ സമയത്താണ് പൊതുവെ ഇത്തരം ടെക്നിക്സ് ഒക്കെ ഞാൻ ഉപയോഗിക്കാറുള്ളത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലിസണിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ ഞാനും കരുതി, ഇപ്പം നമ്മൾ സൈക്കോളജി ഒക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ പറയുന്നത് ക്ലാരിറ്റി ഉണ്ടോ? ഉണ്ട്. അപ്പോ സൈക്കോളജി പഠിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ആക്റ്റീവ് ലിസണിങ് എന്ന് പറയുമ്പോൾ നമ്മൾ അയാളെങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണല്ലോ പഠിക്കുന്ന സമയത്ത് കേട്ടോ. അപ്പോ നമുക്ക് പലപ്പോഴും തോന്നും ഇതിനിപ്പോ എന്താ അത്ര പ്രത്യേകത അല്ലെ? നമുക്ക് ജീവിതത്തിലെ നമ്മളൊക്കെ ഇപ്പോ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. അതായത് അനുഭവം കൊണ്ട് നമ്മള് ഒരുപാട് വായിച്ചിട്ടുണ്ടാവാം, ഒരുപാട് പഠിച്ചിട്ടുണ്ടാവാം, ഒരുപാട് മനുഷ്യരെ കണ്ടിട്ടുണ്ടാവാം, ജീവിതത്തിൽ നമ്മൾ ജീവിച്ച് ഒരുപാട് അറിവുകൾ നേടിയിട്ടുണ്ടാവാം. പക്ഷേ നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മളൊരു കറക്റ്റ് ലിസണറാണ്, അല്ലെങ്കിൽ ഞാനൊരു ലിസണിങ് സ്കില്ലുള്ള ഒരാളാണ് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ കറക്റ്റ് എല്ലായ്പ്പോഴും നമ്മുടെ മക്കളെ അല്ലെങ്കിൽ പങ്കാളിനെ, പാരൻസിനെ, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്തിനെ യഥാർത്ഥത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ടോ? പലപ്പോഴും നമ്മുടെ ജീവിതത്തിനിടയിൽ നമ്മൾ ഈ കേൾക്കുന്നു, നമ്മളെപ്പോഴും പറയും എൻ്റെ പങ്കാളിനോട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, സ്നേഹമാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കിടയിൽ വല്ലാത്ത അസ്വാരസ്യം ഉണ്ടാവുന്നുണ്ട്. മക്കൾക്കും നമ്മൾക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. മാതാപിതാക്കൾക്കും നമ്മൾക്കിടയിൽ വല്ലാതെ പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. എപ്പോഴാണ് പ്രശ്നം ഉടലെടുക്കുന്നത്? ഞാൻ അവരെ ശരിക്കും കേട്ടിട്ടുണ്ടോ? ഞാൻ മറ്റുള്ളവരെ കുറിച്ചല്ല, നമ്മൾ സ്വയം ചിന്തിക്കുക. അവരെന്നെ കേട്ടോന്നല്ല, നമ്മൾ മറ്റുള്ളവരെ കേട്ടിട്ടുണ്ടോ? നമ്മൾ മറ്റുള്ളവർക്ക് ഇപ്പൊ ഞാൻ കേട്ടിപ്പോഴും നമ്മൾ പറയും ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ അവിടെ ഉണ്ടായിരുന്നല്ലോ, പറഞ്ഞത് മുഴുവൻ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറയും. പലപ്പോഴും കേൾക്കുന്നതിനപ്പുറം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആരെങ്കിലും ഒരു പ്രശ്നം പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നിങ്ങൾ റെസ്പോൺസ് ചെയ്യണം കേട്ടോ. എനിക്ക് അറിവുണ്ടായിട്ടല്ല, നിങ്ങളുടെ അടുത്ത് നിന്ന് അറിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയായിരിക്കും നമ്മൾ റെസ്പോൺസ്? ഒരാൾ നമ്മളോട് ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് അല്ലെങ്കിൽ നമ്മുടെ മക്കള് നമ്മളെ അടുത്ത് വന്നിട്ട് ഒരു പരാതി പറയാണ്. ഇപ്പോ ഏറ്റവും ചുരുങ്ങി നമ്മളെ കുട്ടി വരികയാണ്, എന്നിട്ട് പറയാണ് എനിക്ക് എന്താ അറിയില്ല, ഒന്ന് രണ്ട് സബ്ജക്റ്റ് എനിക്ക് തീരെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും നമ്മൾ പ്രതികരിക്കുക? ഒരു 8-10 സബ്ജക്ട് ഉണ്ടെങ്കിൽ 8 വിഷയത്തിൽ A ഗ്രേഡ് A+ ഒക്കെ ഉണ്ടെന്ന് കരുതുക. ബട്ട് 2 സബ്ജക്ട് വളരെ വീക്കാണ്. എങ്ങനെ ആയിരിക്കും നമ്മൾ പ്രതികരിക്കുക?
ഒരു പാരന്റ് എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ടീച്ചർ എന്ന നിലയിൽ എങ്ങനെയായിരിക്കും നമ്മൾ പ്രതികരിക്കുക? അവിടെ നിന്ന് ഇങ്ങോട്ടൊരു മറുപടി ഇല്ലല്ലപ്പാ. മോനെ നീ ഒന്നുകൂടി ശ്രദ്ധിച്ച് നോക്കണം. നിന്റെ ശ്രദ്ധക്കുറവ് കൊണ്ടായിരിക്കാം നീ കീനായിട്ടിരിക്കും ക്ലാസ്സില്. മറ്റൊന്ന് ചിന്തിക്കരുത്. കാരണം ഓക്കെ, മറ്റാർക്ക് വേറെ എന്തെങ്കിലും മറുപടി ഉണ്ടോ? താങ്ക് യു. മറ്റാർക്കെങ്കിലും വേറെ എന്തെങ്കിലും മറുപടി ഉണ്ടോ? അപ്പൊ ഇതിന് നമ്മള് അതിലേക്ക് ഞാൻ വരട്ടെ, ഈ ടോപ്പിക്കിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ വരാം. അപ്പൊ നമ്മളിവിടെ പലപ്പോഴും നമ്മുടെ മുൻവിധികളിലാണ് കാണുക അല്ലെ. ഇപ്പം നമ്മളെ മാം പറഞ്ഞു നിന്റെ ശ്രദ്ധ കൊണ്ടായിരിക്കാം എന്നുള്ളതൊരു മുൻവിധിയാണ്. ആ കുട്ടി ശ്രദ്ധിച്ചിട്ടില്ല, അതുകൊണ്ട് കുട്ടി പഠിക്കുന്നില്ല എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഇവിടെ എന്താ ഇപ്പൊ നമ്മൾ ആക്റ്റീവ് ലിസണിങ് എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? ആക്റ്റീവ് ലിസണിങ് എന്ന് പറയുമ്പം അപ്പൊ നമ്മളൊരാളെ കേൾക്കുക എന്നുള്ളത് ഒരു ഫിസിക്കൽ പ്രോസസ്സാണ് അല്ലെ, നമ്മുടെ ശരീരത്തിന്റെ ഒരു പ്രോസസ്സാണ്. നമുക്ക് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാം. പക്ഷെ ആക്റ്റീവ് ലിസണിങ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പൊ അയാളെ കേൾക്കുന്ന സമയത്ത് നമ്മൾ അയാളെ ഇമോഷൻസിന് വാല്യൂ കൊടുത്ത് കേൾക്കുക അല്ലെ. ഒരാള് നമ്മളോട് ഒരു പ്രശ്നം പറയുമ്പോൾ ഒന്നുകിൽ നമ്മൾ മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശ്രദ്ധയിലേക്കായിരിക്കും, നമ്മൾ ചെയ്യുന്ന വർക്കിലേക്കായിരിക്കും. ഒരാൾ ഫോണിലൂടെ നമ്മളോട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ നമ്മളോട് നേരിട്ട് സംസാരിക്കുന്നു. ആ സമയത്ത് നമ്മൾ നമ്മുടെ ഫോണിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ മക്കളെ കാര്യങ്ങളിലേക്ക്, നമ്മുടെ വീട്ടിലെ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലേക്ക് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ അയാളെ ഇമോഷണലി നമ്മളായിട്ട് കണക്റ്റഡ്ലി അയാളെ ഇമോഷൻസിന് വാല്യൂ കൊടുത്തുകൊണ്ടാണോ നമ്മൾ സംസാരിക്കുന്നത്? അപ്പൊ ആക്റ്റീവ് ലിസണിങ്ങിൽ എന്താണ് സംഭവിക്കുന്നത്? അവിടെ സംഭവിക്കുന്നത് ഹൃദയത്തെ നമ്മൾ കേൾക്കണം. ഒരാളുടെ ഫീലിങ്സ്, ഇമോഷൻസിനെ അതിന്റെ അതേ വാല്യൂ കൊടുത്ത് നമ്മൾ അവിടെ അയാൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ അയാളെ മുൻവിധിയോടുകൂടി കാണുന്നില്ല. അയാളെ പ്രശ്നങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നു? കേൾക്കുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ ഫാമിലിയിൽ, നമ്മുടെ സൊസൈറ്റിയിൽ, നമ്മുടെ എല്ലായിടത്തും സോറി നമുക്ക് എന്താ സംഭവിക്കുന്നത്? നമ്മൾ കേൾക്കുന്നുണ്ട്, നമ്മൾ ആരൊക്കെയോ കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ആരൊക്കെയോ കേൾക്കുന്നുണ്ട്. ബട്ട് നമ്മളത് ഹൃദയം കൊണ്ടല്ല കേൾക്കുന്നത് എന്നുള്ള, നമ്മളൊരു ഇമോഷൻസിന് വാല്യൂ കൊടുത്തല്ല, മുൻവിധിയല്ല. അങ്ങനെ കേൾക്കുന്നിടത്ത് പ്രശ്നങ്ങൾ എന്ത് ചെയ്യുന്നു? പരിഹരിക്കപ്പെടും. ഒരാള് പണ്ടൊക്കെ നമ്മൾ പറയും, നമ്മള് 4 ആള് കൂടുന്നിടത്ത് നമുക്ക് ഇന്നലെ മഴ കൊള്ളാൻ പോയതിന്റെ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. മക്കളെ കൂടെ മഴ നനയാൻ പോയിരുന്നു. മക്കൾക്ക് മഴ നനയാൻ അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് എനിക്ക്. അപ്പോ നമ്മളിപ്പോ പണ്ടൊക്കെ 4 അയൽപക്കത്തെ എല്ലാവരും ഇങ്ങനെ അടുത്തിരിക്കുകയായിരുന്നു അല്ലെ. 4 വീട്ടിലെ ആളുകൾ ഒരുമിച്ചിരുന്ന് വർത്താനങ്ങൾ പറയുമായിരുന്നു. നമ്മൾ പറയും അവിടെ പരദൂഷണങ്ങളാണെന്ന്. പക്ഷെ ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരം അവിടെ നടക്കുന്നുണ്ട്. ഇതിൽ വീട്ടിലെ പ്രശ്നങ്ങളോ പേഴ്സണലി അനുഭവിക്കുന്ന സ്ട്രെസ്സൊക്കെ ആ 4 ആളുകൾ കൂടുന്നിടത്ത് അവസാനിക്കുന്നു. ചായക്കടയിലെ സൈക്കോളജി എന്ന് പറയല്ലോ പണ്ടൊക്കെ. എന്ന് പറയുമ്പോൾ അവിടെ ഇരിക്കുമ്പോൾ 4 ആളുകള് ചിലപ്പോൾ അവിടെ പരദൂഷണ കമ്മിറ്റി ആണെങ്കിൽ പോലും നമ്മളിപ്പോ പറയും അവിടെ പരദൂഷണം പറയാതിരിക്കുകയാണ്. പക്ഷെ അവിടെ ഇരിക്കുന്ന ആളുകൾക്കിടയിൽ തൻ്റെ നാട്ടിലെ പ്രശ്നങ്ങൾ, സമൂഹത്തിലെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ പേഴ്സണലി അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, നാട്ടിൽ വരാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ ചർച്ച ചെയ്യപ്പെടുമായിരുന്നു. അപ്പൊ നല്ല ഇമോഷൻസിനെ ഇറക്കി വെക്കാനൊരു ഇടമുണ്ടായിരുന്നു. അവിടെ പ്രത്യേകിച്ച് ആരെങ്കിലും അവരെ ഒരാൾ സംസാരിക്കുമ്പോൾ അയാളെ കുറ്റപ്പെടുത്താനോ, അയാളെ എന്തെങ്കിലും നെഗറ്റീവ് പറഞ്ഞ് കളിയാക്കാനോ, അല്ലെങ്കിൽ അയാളെ ബ്ലെയിം ചെയ്യാനോ, അല്ലെങ്കിൽ അയാളെ പ്രോബിൻ ചെയ്യാനോ ഒന്നും ആരും തയ്യാറാവുന്നില്ല. അയാളിങ്ങനെ പറയുന്ന കഥകളെ ഒരു റേഡിയോ പോലെ അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കഥകൾ ഒരുപക്ഷെ ചുറ്റുവട്ടത്തിരിക്കുന്ന ആളുകൾ കേൾക്കാനുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മൾ അതിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പൊ നമ്മളെ കുട്ടികൾ വരുന്ന സ്കൂളിൽ നിന്ന് തിരിച്ചു വരികയാണ്. അപ്പോ നമ്മൾ വെറുതെ കേൾക്കുന്നതും ഹൃദയം കൊണ്ട് കേൾക്കുന്നതും നല്ല വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മളെ മക്കള് നമ്മളെ അടുത്തേക്ക് വന്നു, നമ്മളോട് പറയാണ് ഇന്നത്തെ നമ്മളെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ കുട്ടികൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് പാരന്റ്സ് ഒക്കെ ബിസിയാണ്. എല്ലാവരും ജോലി സംബന്ധമായ ബിസിയാണ്. പലപ്പോഴും വീട്ടിൽ നിന്ന് ജോലി ചെയ്യുന്നവരുണ്ടാവും,
പലപ്പോഴും നമ്മൾ അണുകുടുംബങ്ങളായതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഗ്രാൻഡ് പാരൻസിന്റെ അല്ലെങ്കിൽ റിലേറ്റീവ്സിന്റെ അസാന്നിധ്യം ഉണ്ടാവും. ചിലപ്പോൾ ജോലി ആവശ്യാർത്ഥം നമ്മൾ പുറത്തായിരിക്കും ജീവിക്കുന്നത്. ഈ സമയത്ത് നമുക്ക് ബന്ധുമിത്രാദികളുടെ ഇപ്പൊ നമ്മളെ കുട്ടിക്കാലത്തൊക്കെ നമ്മളെ സ്കൂളൊക്കെ വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഓടിച്ചെന്ന് പറയാൻ നമ്മളെ ഗ്രാൻഡ് പാരൻസിനോടാണ് അല്ലെ. ഓടിച്ചെന്നിട്ട് നമ്മളെ മക്കളും ഗ്രാൻഡ് പാരൻസും തമ്മിൽ വല്ലാത്തൊരു ബന്ധം ഉണ്ടാവും. അപ്പൊ നമ്മള് എന്തെങ്കിലും ഇപ്പൊ എന്താ ഈ പൂമ്പാറ്റൊക്കെ എന്താ ഇങ്ങനെ ഒരു കളർ എന്നെങ്കിലും നമ്മൾ ചോദിക്കുന്ന ആരോടാണ്? നമ്മുടെ ഗ്രാൻഡ് പാരൻസിനോടാണ്. ഇത്തരം സംശയങ്ങൾ പോലും ചോദിക്കാനിടയില്ലാതെ ഇനി എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എന്താ പറയാ, അത് ChatGPT ചോദിച്ചോ, അല്ലെങ്കിൽ ഗൂഗിളിനോട് ചോദിച്ചോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മറുപടിയാണ് നമ്മൾ വേഗം കൊടുക്കുക. നമ്മൾ ഉത്തരം കണ്ടെത്തി കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ അപ്പുറം കുട്ടിയെ നമ്മൾ എപ്പോഴും എന്താ ചെയ്യുക, നമ്മളായിട്ടുള്ള കണക്ഷൻ കുറയാണ്. കുട്ടി വന്നു കഴിയുമ്പോൾ നമ്മൾ പൊതുവെ അന്ന് എങ്ങനെ ഉണ്ടായിരുന്നു പഠിത്തം, ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ്, അങ്ങനെയുള്ള 1-2 ചോദ്യങ്ങളോട് കൂടി എന്ത് ചെയ്യാണ്, കുട്ടിയിലിപ്പോ ഒരു പ്രശ്നം കുട്ടി നമ്മളോട് വന്ന് പറയാണ്, നിന്റെ കയ്യിൽ ഇങ്ങനെ ഒരു കുഞ്ഞു മുറിവ് പറ്റി. അപ്പൊ നമ്മളെന്താ ഉടനെ നമ്മൾ പറയും, അതൊന്നും സാരമില്ല, അതെല്ലാവർക്കും സംഭവിക്കുന്നതാണ്. അതിപ്പോ ചെറിയ മുറിവിനാണോ ഇത്ര അങ്ങനെ കരയേണ്ട ആവശ്യം, അതൊക്കെ സ്വാഭാവികമല്ലേ, എപ്പോഴും സ്കൂളിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ വീഴും, ചിലപ്പോൾ മുറിവൊക്കെ പറ്റും എന്നുള്ള രീതിയിൽ നമ്മൾ റെസ്പോൺസ് ചെയ്യാം. അപ്പോ കുട്ടികളെ കേൾക്കുക. അപ്പൊ ഞാനും കുട്ടികളെ കേൾക്കാൻ പോകുന്ന ഒരാളാണ്. അപ്പൊ കുട്ടികളെ എല്ലാ സ്കൂളും CWSCയുടെ ഭാഗമായിട്ട് ഒരു പ്രവർത്തനം ഉണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരു സോഷ്യൽ സർവീസ് ആണ് കേട്ടോ. കുട്ടികളെ കേൾക്കാൻ തുടങ്ങിയപ്പോഴാണ് സത്യത്തിൽ ആക്റ്റീവ് ലിസണിങ് എത്രത്തോളം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക് തന്നെ എടുക്കാൻ കാരണം. ഇന്ന് ഈ ഒരു ടോപ്പിക് ഞാൻ സെലക്ട് ചെയ്തതിന്റെ ഒരുപക്ഷെ നിങ്ങളിൽ പലരും ഈ ടോപ്പിക്കിലൂടെ ഒരുപാട് പ്രാവശ്യം കടന്നുപോയവരാവും, വായിച്ചവരാവും. എന്നിട്ട് പോലും ഞാൻ ഈ ടോപ്പിക് എടുത്തത് ഞാൻ കുട്ടികളെ കേൾക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാനൊരു നല്ല പാരന്റ് അല്ലാന്ന് ഞാൻ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത്. അതായത് ഞാനും ഇതേ തെറ്റുകൾ ജീവിതത്തിൽ ആവർത്തിക്കുന്നുണ്ട്, ഇതേ കാര്യങ്ങൾ ഞാൻ എൻ്റെ കുട്ടികളോട് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ പലപ്പോഴും വിചാരിച്ചു, ഞാൻ സൈക്കോളജി ഒക്കെ പഠിച്ചിട്ടുണ്ട്, ഒരു കാലത്ത് ഞാനൊരു അധ്യാപികയായിരുന്നു, 6 വർഷം ഞാൻ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്, അത്യാവശ്യം എനിക്ക് സംസാരിക്കാൻ അറിയാം, അത്യാവശ്യം ഞാൻ പുസ്തകങ്ങളൊക്കെ വായിക്കുന്നുണ്ട്, എനിക്ക് അത്യാവശ്യം നോളേജ് ഒക്കെ ഉണ്ട്, ഞാനൊരു നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത പാരന്റ്, ഒരു 100% അല്ല, ഒരു 90% ഞാൻ നല്ല പാരന്റ് ആണ്, ഞാൻ എൻ്റെ കുട്ടികളോട് ചെയ്യുന്നതൊക്കെ നല്ല കാര്യങ്ങളാണ് എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. ഇപ്പൊ അന്നൊരു ബോധ്യം ഉണ്ടായിരുന്നു, ഇന്നത് വെറും തോന്നലാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക് സെലക്ട് ചെയ്തത്. പലപ്പോഴും നമ്മൾ സൈക്കോളജിന്റെ മേഖലയിൽ നിൽക്കുന്ന പലരും ആയിരിക്കാം നമ്മൾ ടീച്ചിങ് പ്രൊഫഷനിലുള്ളവരായിരിക്കാം, ഒരുപക്ഷെ നമ്മൾ പല സർവീസിലും പല മേഖലയിലും നല്ല രീതിയിൽ വർക്ക് ചെയ്ത് നമ്മൾ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളായിരിക്കാം. പക്ഷെ ആസ് എ പാരന്റ് ഞാനൊരു ഗുഡ് പാരന്റ് ആയിരുന്നു, ഇപ്പോ ഞാൻ ആണോ, ഇനി എനിക്ക് എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഞാൻ വളരെ കുറച്ച് കുട്ടികൾ 2 മാസമൊക്കെ ആയിട്ടുള്ള പോവാൻ തുടങ്ങിയിട്ട് അപ്പൊ വളരെ കുറച്ച് കുട്ടികളെ ഞാൻ കേട്ടിട്ടുള്ളൂ. ഇപ്പൊ സത്യത്തിൽ ഞാനൊരു ഓഫ്ലൈൻ ക്ലാസ് എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ, പാരന്റ്സിന് കിട്ടുകയാണെങ്കിൽ പോയി ഈ കാര്യം പറയണം എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. ഒരു കുട്ടി എൻ്റെ മുന്നിൽ വന്ന്, അപ്പോ ഈ കുട്ടി ആ കുട്ടി 2 കുട്ടികളും അതിലൊരു കുട്ടീനോട് പറഞ്ഞു, എനിക്ക് 2 കുട്ടികൾ ഒരുമിച്ചല്ല, ഓരോ കുട്ടികളായിട്ട് വരിക. അപ്പൊ ഒരു കുട്ടീനോട് പറഞ്ഞു, എനിക്ക് ഭയങ്കര ദേഷ്യമാണ് മാം. അപ്പൊ ഞാൻ പറഞ്ഞു, മാം അല്ല, ഞാൻ ചങ്ങാതി മാത്രമാണ്. അപ്പോ എനിക്ക് ഭയങ്കര ദേഷ്യമാണ് എൻ്റെ പാരന്റ്സിനോട്, എൻ്റെ ഉമ്മനോട് എനിക്ക് ഭയങ്കര ദേഷ്യം വരുന്നു, ഞാൻ എപ്പോഴും ഉമ്മാനോട് ഷൗട്ട് ചെയ്യുന്നു, പക്ഷെ എനിക്കതിൽ കുറ്റബോധമുണ്ട്, പക്ഷെ എനിക്കത് മാറ്റാൻ പറ്റുന്നില്ല. ഇത് പറഞ്ഞപ്പോ ഇപ്പൊ ഇങ്ങനെ ഒരു കുട്ടി ദേഷ്യം എന്ന് പറയുമ്പോ നമ്മൾ എങ്ങനെ പറയാ? നമ്മൾ പറയും, ഉമ്മമാരോട് ദേഷ്യപ്പെടാൻ പാടില്ല, കുട്ടികള് എപ്പോഴും മുതിർന്നവരെ റെസ്പെക്ട് ചെയ്യണം, നിന്നെ പ്രസവിച്ച ഉമ്മയല്ലേ, അല്ലെ? നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ അങ്ങനെയാണ്, നമ്മൾ വേഗം നമ്മളെ പാത്രത്തിലുള്ളത് ആണ് കൊടുക്കാനാ ശ്രമിക്കുക. നമ്മൾ അവരെ കേൾക്കുന്നതിനേക്കാൾ ഉപരി നമ്മൾ ഒരുപാട് വായിച്ചിട്ടുണ്ടാവും, നമ്മൾക്ക് സൈക്കോളജിന്റെ മേഖലയിലൊക്കെ കുറച്ച് അറിവുണ്ടാവും, നമുക്ക് എവിടുന്നെങ്കിലും കിട്ടിയ കുറെ അറിവുകൾ ഉണ്ടാവും, നമ്മൾ ജീവിച്ച് പരിചയിച്ച കുറെ അറിവുകൾ ഉണ്ടാവും. നമ്മളിതൊരു ഒരു ഭാണ്ഡമായിട്ട്, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഒരുപക്ഷെ അങ്ങനെ ഉണ്ടാവില്ല, ഇനി ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ ഞാൻ എൻ്റെ കുട്ടികളോട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ അറിഞ്ഞു വെച്ച അറിവുകളൊക്കെ ഒരേ സമയം എൻ്റെ മകന് പലപ്പോഴും എൻ്റെ സംസാരം ഭയങ്കര ഇറിറ്റേഷൻ ആയിട്ട് തോന്നാറുണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കും എൻ്റെ ഉപദേശം അവന് ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവനക്കത് ദേഷ്യമായിട്ടാണ്. സത്യത്തിൽ അതല്ല, നിരന്തരമായിട്ടുള്ള നമ്മളെ ഉപദേശങ്ങൾ, നമ്മളെ നിർദ്ദേശങ്ങൾ, നമ്മൾ കുട്ടികളായി കാണാതെ പലപ്പോഴും അവരെ കേൾക്കാൻ തയ്യാറാവാതെ നമ്മൾ എന്ത് ചെയ്യുന്നു, അവരെ ഉപദേശിക്കുന്നു. ഞാൻ എന്നെ ഉദാഹരണമായിട്ട് പറയുന്നു കേട്ടോ. അപ്പൊ ഈ കുട്ടി വന്ന് പറഞ്ഞപ്പോ ഈ കുട്ടിക്ക്
ഈ കുട്ടിക്ക് 9 സബ്ജക്റ്റില് A+ ആ ഗ്രേഡിലുള്ള മാർക്ക് ഉണ്ട്. അതായത് ഇപ്പൊ യൂണിറ്റ് ടെസ്റ്റുകളൊക്കെ നടന്നുകൊടുക്കുക, 10th ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്. പക്ഷെ ഈ കുട്ടി എന്നോട് പറഞ്ഞു, എൻ്റെ ഉമ്മക്ക് ഞാൻ മാത്സ് വളരെ വീക്കാണ്, കുട്ടിക്ക് മാത്സിൽ 1 മാർക്കേ ഉള്ളൂ 20-ല്. അപ്പൊ ഈ മാത്സ് ആണ് ഇവളെ അലോസരപ്പെടുത്തുന്നത്. അപ്പോ ഈ കുട്ടി എന്നോട് പറയാണ്, എനിക്ക് ഒരു സമാധാനമില്ല, ഒരു സന്തോഷവും ഇല്ല. അപ്പൊ ഈ കുട്ടിക്ക് ഉമ്മനോട് ദേഷ്യപ്പെടുന്നതിന്റെ കാരണങ്ങളിലേക്ക് നമ്മൾ ഇങ്ങനെ ഒരുപാട് കുട്ടീനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കുട്ടിക്ക് പറയാനുള്ളത് മുഴുവൻ പറയാനുള്ള ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഉമ്മ നിരന്തരമായിട്ട് കുട്ടിയെ ഈ ഒരു മാത്സ് വീക്ക് ആയതുകൊണ്ട് ഈ കുട്ടിയെ നിരന്തരമായിട്ട്, ഞാൻ മറ്റുള്ളവരുടെ ഇടയിൽ ഞാൻ മോശക്കാരിയാവൂലേ, എൻ്റെ കുടുംബക്കാരൊക്കെ എനിക്ക് എത്ര മാർക്ക് കിട്ടി ചോദിക്കുമ്പോൾ ഫുൾ A+ ആണ് അപ്പുറത്തെ ആള് വാങ്ങിയത്, അല്ലെങ്കിൽ ഇന്ന വീട്ടിലെ മൂത്താപ്പാന്റെ കുട്ടിയും ഫുൾ A+ വാങ്ങി. അപ്പൊ എല്ലാരും പറയണ്ടേ മാത്സിൽ മാത്രം ഇവൾക്ക് മാർക്ക് കുറയണത് ഈ മാത്സ് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്, മാത്സ് പഠിക്കാൻ ശ്രമിക്കാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ബാക്കി വിഷയങ്ങളിലൊക്കെ ബുദ്ധിയുള്ള എനിക്ക് എന്തുകൊണ്ടാണ് മാത്സിൽ മാർക്ക് കിട്ടാത്തത്, അത് ഈ പഠിക്കാത്തതുകൊണ്ടല്ലേ, എൻ്റെ മടിയോണ്ടല്ലേ, എനിക്കത് ആവശ്യമില്ല എന്നിട്ടല്ലേ എന്നുള്ള. സത്യത്തിൽ കുട്ടി പറഞ്ഞു തുടങ്ങുമ്പോൾ കുട്ടിക്ക് ഹരിക്കാൻ അറിയില്ല, ഗുണിക്കാൻ അറിയില്ല, ബേസിക് ആയിട്ടുള്ള മാത്സിന്റെ കാര്യങ്ങളൊന്നും അറിയില്ല. ഇത് ഈ കുട്ടി ഇതുവരെ കുട്ടിക്ക് എന്താണ് പ്രോബ്ലം എന്ന് കണ്ടെത്താൻ കുട്ടിന്റെ ടീച്ചേഴ്സിനോ കുട്ടിന്റെ ഉമ്മക്കോ സാധിച്ചിട്ടില്ല. അപ്പൊ ഉമ്മ എന്ന് പറയുന്ന ആള് ഇപ്പൊ ഈ കുട്ടി ആരോടെങ്കിലും ഫോൺ പറഞ്ഞ സാധനം കൊടുക്കൂല. പല കാരണങ്ങളുണ്ടാവും രക്ഷിതാക്കള്. കാരണം നമ്മൾ നിരന്തരം വാർത്തകളിലൂടെ ജീവിക്കുകയാണ്. വാർത്തകളിലൂടെ ജീവിക്കും. നമുക്കറിയാം പല വാർത്തകളും വല്ലാതെ ഹൈപ്പ് ചെയ്ത് കൊടുക്കും. അതായത് കുട്ടികളെ കാണാതായി, കുട്ടികൾ ഒളിച്ചോടിപ്പോയി. ഇത് കൊടുക്കണ്ടേ ചോദിച്ചു കഴിഞ്ഞാല് ഒരുപക്ഷെ നമ്മൾക്ക് നെഗറ്റീവുകൾ ആണ് കൂടുതൽ ആളുകൾ കാണുക എന്നുള്ളതുകൊണ്ടും നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ കേൾക്കാനാണ് കൂടുതലും മനുഷ്യർ തയ്യാറാവുന്നുള്ളതുകൊണ്ടാണ് മാധ്യമങ്ങൾ ഈ വാർത്തകളെ ഹൈപ്പ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ എന്താണ്, ലക്ഷങ്ങളിൽ ഒരു കുട്ടിയായിരിക്കും ഇങ്ങനെ ഇന്റർനെറ്റിന്റെ സ്വാധീനത്താൽ ഒരു ആളെ കൂടെ ഇറങ്ങിപ്പോകുന്നത്. പക്ഷെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കുട്ടികൾ വീടുകളിൽ സേഫായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ ഈ സേഫായിട്ട് നിൽക്കുന്ന വീടുകളിലൊക്കെ ഒരു ഭയം ജനിപ്പിക്കാൻ ഇത്തരം വാർത്തകൾക്ക് കഴിയും. ഒരു ദിവസം വാർത്ത കൊടുത്ത് ആ വാർത്ത അതിന്മേൽ അവസാനിക്കല്ല. നമുക്കറിയാം ഇന്ന് എല്ലാവരും യൂട്യൂബേഴ്സാണ്, ഞാനും ഒരു യൂട്യൂബറാണ്. നമുക്ക് റീച്ച് കിട്ടണം, നമുക്ക് ക്യാഷ് കിട്ടണം എന്ന് കരുതി ഒരു വാർത്തയെ തന്നെ പല ആളുകൾ പല വേർഷനിലൂടെയാണ് അവതരിപ്പിക്കുന്നത്. പലപ്പോഴും നമ്മളത് കണ്ടിട്ടുണ്ട്. അപ്പോ നമുക്ക് തോന്നും ഇത് കുട്ടികളുടെ തെറ്റാണ്. 12 വയസ്സുകാരിയെ കുട്ടി ഒളിച്ചോടി പോയാൽ അതിന്റെ താഴെ വന്ന് അവളുടെ കാമം കൊണ്ടാണ് ഒളിച്ചോടിപ്പോയതെന്ന് എഴുതാൻ മടിയില്ലാത്ത മലയാളികളാണ് നമ്മൾ. 12 വയസ്സായ ഒരു കുഞ്ഞിന് എത്രത്തോളം കാമമുണ്ടെന്ന് നമ്മളൊക്കെ 12 വയസ്സ് കഴിഞ്ഞു വന്നവരാ. എന്നാൽ പോലും നമ്മൾ ആ ഒരു വാർത്തക്ക് താഴെ ആ കുട്ടിയുടെ എന്താ പറയാ ലൈംഗികതയെ ചോദ്യം ചെയ്തുകൊണ്ട് അല്ലെ അതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അത് ആവശ്യം കൊണ്ടാണ് ആ കുട്ടി പോയതെന്ന് അതിനെ ബ്ലെയിം ചെയ്തുകൊണ്ടുള്ള കമന്റ് ബോക്സ് നിറഞ്ഞു കാണുമ്പോൾ ഭയങ്കര ഒരു അമ്മ എന്ന നിലയിൽ ഭയങ്കര സങ്കടം തോന്നാറുണ്ട്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തില് മാതാപിതാക്കൾക്ക് സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും, മൊബൈൽ ഫോൺ കുട്ടികൾക്ക് കൊടുക്കാൻ പേടിയുണ്ടാവും. യഥാർത്ഥത്തിൽ എൻ്റെ കുട്ടി എന്താണ്, എൻ്റെ കുട്ടി ആരാണ്, എൻ്റെ കുട്ടീന്റെ ലിമിറ്റേഷൻസ് എന്താണ്, എൻ്റെ കുട്ടിയെ ഞാൻ കേട്ടിട്ടുണ്ടോ, എൻ്റെ കുട്ടിയുടെ സ്വപ്നങ്ങളെ കുറിച്ചോ ആഗ്രഹങ്ങളെ കുറിച്ചോ ജീവിതത്തെ കുറിച്ചോ ഞാൻ ചിന്തിച്ചിട്ടുണ്ടോ, അവൾക്ക് കിട്ടുന്ന മാർക്കിനപ്പുറം ക്ലാസ്സിൽ കിട്ടുന്ന മാർക്കിനപ്പുറം ഞാൻ അവളെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ. അപ്പൊ ഈ ഉമ്മക്ക് ഈ കുട്ടിന്റെ ബേസിക് പ്രോബ്ലം അറിയാത്തത് കൊണ്ട് തന്നെ ഈ കുട്ടിനെ നിരന്തരം ദേഷ്യപ്പെടുന്ന സമയത്ത് ഈ കുട്ടി എന്ത് ചെയ്യും, ഉമ്മനോട് ഭയങ്കരമായിട്ട് തിരിച്ചു ദേഷ്യപ്പെടും. എന്നിട്ട് ഈ ദേഷ്യപ്പെടുന്ന സമയത്ത് ഈ കുട്ടിക്ക് എന്താണ്, മനസ്സിൽ സങ്കടമാണ്. അപ്പൊ ഈ കുട്ടി ആഗ്രഹിക്കണ എന്താ, ഒന്ന് കരയണം. അപ്പൊ ഈ കുട്ടി എന്ത് ചെയ്യും, നേരെ നമ്മളെന്താ കരയണം തോന്നുന്നു നമ്മളെന്താ ചെയ്യാ, നമ്മളെന്താ കരയണം തോന്നിയാ ചെയ്യാ. നിങ്ങൾക്ക് ഞാൻ എന്റെ കൂടെ പോവാൻ പറ്റുന്നുണ്ടോ ഞാൻ പറയണ കാര്യത്തില്? ആരും ഒന്നും മിണ്ടില്ല. പറ്റുന്നുണ്ട് മാം, ആ മനസ്സിലാവുന്നുണ്ട്. അപ്പോ ഈ കുട്ടി ഈ റൂമിലേക്ക് കയറി വാതിലടക്കുമ്പോ ഈ ഉമ്മ നിരന്തരം വന്ന് വാതിലിങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുമ്പോ നമുക്ക് ഇറിറ്റേഷൻ വരും അല്ലെ. നമ്മളെ ഉള്ളിലെ ഫീലിങ്സിനെ പുറത്ത് കളയാൻ വേണ്ടിയിട്ടാണ് വാതിലടച്ചൊന്ന് കരയാന്ന് വിചാരിക്കുമ്പോ ഉമ്മ വേഗം വന്ന് എന്താ ചെയ്യുന്നത്, വേഗം വന്ന് വാതിൽ ഈ കുട്ടിയപ്പോ ഓപ്പൺ ചെയ്യുമ്പോ വേഗം വന്ന് ബാഗൊക്കെ ചെക്ക് ചെയ്യും. ബാഗൊക്കെ ചെക്ക് ചെയ്യും. എന്തിനായിരിക്കും ബാഗ് ചെക്ക് ചെയ്യുന്നുണ്ടാവുക? എന്തിനായിരിക്കും ഒരു പാരന്റ് ഒരു കുട്ടി റൂം കയറി വാതിലടക്കുമ്പം ബാഗ് ചെക്ക് ചെയ്യുന്നുണ്ടാവുക? ആ പാരന്റിന്റെ മനസ്സിൽ എന്തായിരിക്കും?
നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്ന എന്തായിരിക്കും? പറ്റുന്നുണ്ടോ? മൊബൈൽ അല്ലെ? ആരെങ്കിലും മൊബൈൽ യൂസ് ചെയ്യും. പിന്നെന്ത് ചിന്തിക്കാം? മൊബൈൽ കൂടാതെ മറ്റൊരു പ്രധാന ഘടകം കൂടി നമ്മുടെ സമൂഹത്തിൽ നമ്മളെ പേടിപ്പെടുത്തുന്ന ഒരു സംഗതി ഉണ്ട്. യെസ്, മയക്കുമരുന്ന്. അപ്പോ നമ്മളിപ്പോ വീട്ടിലേക്ക് കയറി വരികയാണ്. ഞാനോ നിങ്ങളോ വീട്ടിലേക്ക് കയറി വരികയാണ്. നമ്മുടെ ഹസ്ബൻഡ് ആവാം, നമ്മൾ കുട്ടിയെ ഒരു കുട്ടി എന്ന് ചിന്തിക്കും. നമ്മളൊരു കുട്ടിയാണെന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്യും. ഞാനും നിങ്ങളൊക്കെ ഒരു കുട്ടിയാണ്. നമ്മൾ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുന്നു. അപ്പൊ വരുന്ന ബസ് ലേറ്റ് ആയിട്ടാണ് ബസ് കിട്ടി. എന്തുകൊണ്ടൊക്കെ നമുക്ക് ബസ് ലേറ്റ് ആവാം? നമ്മൾ വീട്ടിലേക്ക് വൈകി എത്തുന്നതിന്റെ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കാം? ഇതിനൊക്കെ വിശദീകരണം ഞാൻ പറയാട്ടോ. എന്തൊക്കെ ആയിരിക്കാം നമ്മൾ വൈകി എത്തുന്നതിന്റെ കാരണം? നമ്മൾ സ്കൂൾ വിട്ടു, നമുക്ക് ബസ് കയറി വീട്ടിലേക്ക് വരണം. നമുക്ക് എന്തൊക്കെ കാരണങ്ങൾ ഉണ്ടാവാം ബസ് കയറി വരാതിരിക്കുന്ന സമയത്ത്? കറക്റ്റ് എന്നും വരുന്ന സമയത്ത് നമ്മൾ വീട്ടിലെത്തിയില്ല. സ്വാഭാവികമായിട്ടും രക്ഷിതാവിന് ആരുടെയെങ്കിലും കൂടെ പോയോ എന്ന് ചിന്തിക്കും. യഥാർത്ഥത്തിൽ നമ്മളെ കുട്ടീനെ നമുക്കറിയൂ. അപ്പൊ ഈ കുട്ടി കയറി വരുമ്പോ തന്നെ നമ്മൾ എങ്ങനെ പെരുമാറണം? നീ എന്താണ് ഇത്ര നേരം വൈകിയത്? നീ ആരെ കൂടെ ആയിരുന്നു? എനിക്കറിയാം നീ ബസ് സ്റ്റാൻഡിലൊക്കെ അങ്ങനെ വായി നോക്കി നിൽക്കുകയാണ്, അല്ലെങ്കിൽ ചായക്കടയിലൊക്കെ കയറി ചായ കുടിച്ച് ഫ്രണ്ട്സിന്റെ കൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും ചെക്കന്മാരോട് വർത്താനം പറഞ്ഞ് നിൽക്കാവും, അല്ലെങ്കിൽ എനക്ക് മാത്രം ബസ് കിട്ടാതൊക്കോ എന്നൊക്കെ ചോദിക്കൂ. ആദ്യം നമുക്ക് സ്നേഹമില്ലാത്തോണ്ടാണോ? നമ്മളെ സ്നേഹം കൂടുതലോണ്ടാണ്. നമ്മൾ രക്ഷിതാവിനും പരമാവധി കുറ്റപ്പെടുത്തല്ല. യഥാർത്ഥത്തിൽ രക്ഷിതാവ് സ്നേഹം കൊണ്ടും ഭയം കൊണ്ടുമാണ് കുട്ടിനോട് ഇങ്ങനെ പെരുമാറുന്നത്. എന്റെ കുട്ടിയെ എനിക്ക് നഷ്ടപ്പെടുമോ, എന്റെ കുട്ടിയെ എനിക്ക്, കാരണം ലോകം അത്ര മോശമാണ് എന്ന് ആണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. മോശം ഒരു വശമുണ്ട് അല്ലെ? സ്നേഹം കൂടുതൽ അത് ആർക്കാണ് ഭാരമാവുന്നത്? ഇങ്ങനെ പെരുമാറിയാൽ നമ്മൾ എങ്ങനെയായിരിക്കും ചിന്തിക്കുക? നമ്മൾ എന്തൊക്കെ മറുപടി പറയും നമ്മുടെ പാരന്റിനോട്? നമ്മൾ എന്തൊക്കെ മറുപടി പറയും? ഇപ്പൊ ഞാനൊരു കുട്ടിയാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു കുട്ടിയാണ്, ഇതിന് എന്ത് മറുപടി പറയും? നമ്മൾ പറയും ബസ് കിട്ടിയില്ല എന്ന് പറയും അല്ലെ? അപ്പോ നമ്മളമ്മ പറയും എന്താ കറക്റ്റ് എനിക്ക് മാത്രം ബസ് കിട്ടാക്കും. അപ്പൊ ഈ കുട്ടി അപ്പൊ ഈ കുട്ടിന്റെ ഇപ്പൊ നമ്മളെ ബാഗ് നമ്മളെ ഉമ്മ ചെക്ക് ചെയ്യുമ്പോ നമുക്ക് എന്താ തോന്നുക? നമ്മളെ ബാഗ് ഇപ്പൊ നമ്മളെ മുന്നിൽ നിന്ന് നമ്മളെ ബാഗ് ചെക്ക് ചെയ്യാണ്. നമ്മളെ ബാഗ് നമ്മൾ സ്കൂൾ വിട്ടു വന്നു, ലേറ്റ് ആയി പോയി, ഉമ്മ ചീത്ത പറഞ്ഞപ്പോ നമ്മൾ കരയാൻ വേണ്ടി കയറി വാതിലടച്ചു. അപ്പൊ എന്താ ചെയ്യാ? ഈ ഉമ്മ നമ്മളെ കരയാൻ പോലും അനുവദിക്കാതെ വന്ന് നമ്മളെ ബാഗ് ചെക്ക് ചെയ്യുന്നു. നമുക്ക് അഡീഷണൽ ഒരു മൊബൈൽ ഉണ്ടോ? കാരണം നമ്മള് അത് ഞാൻ പറയാം. അപ്പൊ ഈ കുട്ടിനോട് ഇങ്ങനെ ചെയ്യുമ്പോ എന്താ ഉമ്മ അങ്ങനെ ചെയ്യുന്നത് തോന്നും. അത് മാത്രമാണ് നമുക്ക് തോന്നുക. നമ്മളെ ഉമ്മ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അത് മാത്രം ഒരു കുട്ടി എന്ന നിലയിൽ, ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്നതായി തോന്നൂലേ? നമ്മൾ ട്രസ്റ്റ് ഇല്ല തോന്നൂലേ? എന്റെ ഉമ്മക്ക് എന്നെ വിശ്വാസം ഇല്ല എന്ന് തോന്നൂലേ? ആരാണ് പിന്നെ നമ്മളെ വിശ്വസിക്കുക? ആരാണ് നമ്മളെ വിശ്വസിക്കുക? നമ്മളെ പാരന്റ്സ് അല്ലാതെ. അല്ലേ? അപ്പൊ ഈ കുട്ടിക്ക് പിന്നീട് എന്തായിരിക്കും തോന്നുക? ദിവസം ഇതെങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ ഈ കുട്ടിക്ക് എന്തായിരിക്കും തോന്നുക? എന്ത് ഫീലിങ്സിലൂടെ ആയിരിക്കും കുട്ടി കടന്നു പോവുക? കുട്ടിക്ക് എന്ത് ഫീലിങ്സ് വരാം? വിശ്വസിക്കുന്നില്ല. ഇത് മാത്രമായിരിക്കും ഒരു കുട്ടി. കുട്ടി അപ്പോ ഈ കുട്ടീന്റെ കൈകളിലൊക്കെ ഇങ്ങനെ ബാൻഡേജ് ഉണ്ട്, ചെറിയ ബാൻഡേജ്, ചെറിയ മുറിവുകൾ. അപ്പോ ഈ കുട്ടി എന്നോട് പറയാണ്, അത് ഈ ബാൻഡേജ് ഞാൻ ശ്രദ്ധിക്കുന്നില്ല. കുട്ടീന്റെ സ്കിൻ കളറും ബാൻഡേജും ഏകദേശം സെയിം ആയതുകൊണ്ട് തന്നെ ഞാൻ കണ്ടിട്ടില്ല. എന്റെ മുന്നിലിരിക്കുന്ന കുട്ടിയുടെ, അത് എന്റെ തെറ്റാണ്. അപ്പോ ഈ കുട്ടിയുടെ കൈകളിലൊക്കെ കുറെ ഇങ്ങനെ ബാൻഡേജുകൾ കാണുന്നു. അപ്പൊ ഈ കുട്ടി എന്നോട് പറയാണ്, എനിക്ക് സമാധാനം കണ്ടെത്താൻ എപ്പോഴാണ് മോള് റിലാക്സ് ആവാറുള്ളത്, എപ്പോഴാണ് കുഞ്ഞ് റിലാക്സ് ആവാറുള്ളത് ചോദിച്ചപ്പോ ഈ കുട്ടി എന്നോട് പറയാണ്, എനിക്ക് ബ്ലഡ് കാണുമ്പോ സന്തോഷാണ്. അപ്പോഴാണ് ഞാൻ സത്യത്തിൽ ഈ കുട്ടിയുടെ ശരീരത്തിലേക്ക് ശ്രദ്ധിച്ചത്. കൈകളിലൊക്കെ 2-3 ബാൻഡേജ് ഉണ്ട്. അപ്പൊ ഈ കുട്ടി എന്താ ചെയ്യുന്നത്? ഈ കുട്ടിക്ക് മരിക്കണം എന്നുള്ള ചിന്തയാണുള്ളത്, ഏറ്റവും കൂടുതലുള്ളത്
എനിക്ക് ജീവിക്കണ്ട, എന്നെ വിശ്വാസമില്ലാത്തൊരു ലോകത്ത് എനിക്ക് ജീവിക്കണ്ട. എനിക്ക് അങ്ങനെയുള്ള ഒരു കുട്ടിയാണ്. എന്താണ് കാരണം? 10ാം ക്ലാസ്സിലെ മാർക്ക് ഒരു സബ്ജക്റ്റിൽ കുറവാണ്. കുട്ടി ഇടക്കിടക്ക് ബസ് വൈകി വീട്ടിലേക്ക് വരുന്നു, വീട്ടിൽ കയറി വാതിലടച്ച് കുറ്റിയിടുന്നു. ഈ കുട്ടിയെ ഒരിക്കലെങ്കിലും ആ ഉമ്മ കേൾക്കാൻ തയ്യാറായിരുന്നെങ്കിൽ, അതായത് ഈ കുട്ടീന്റെ മനസ്സറിഞ്ഞിരുന്നു. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ് കേട്ടോ, ഞാനിത് എന്റെ അനുഭവമാണ്. അപ്പോ ഈ കുട്ടി എന്താ ചെയ്യണെന്ന് വെച്ചാല്, കുളിമുറിയില് സഹോദരൻ ഉപയോഗിക്കുന്ന ബ്ലേഡ് ഉണ്ടെന്ന് കുട്ടിക്കറിയാം. ബ്ലേഡ് ആ കറക്റ്റ് സ്ഥലത്ത് പോകുന്നു, ബ്ലേഡ് എടുക്കുന്നു. ആ സമയത്ത് ചില സമയത്ത് കുട്ടി ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യണം തോന്നുന്നു, ആ സമയത്ത് കുട്ടി ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുന്നു. അപ്പൊ ഉമ്മയായിട്ട് ഇമോഷണലി കുട്ടി കണക്റ്റ് അല്ല. അപ്പോ ഇവിടെയൊക്കെ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താ വെച്ചാൽ, ഈ ഒരു കഥ ഞാൻ പറഞ്ഞത് നമ്മളെ കുട്ടികളെ നമ്മൾ ശരിക്കും കേൾക്കുന്നുണ്ടോ? നമ്മൾ പലപ്പോഴും കുട്ടികളെ, നേരത്തെ നമ്മൾ ഒളിച്ചോടി പോകുന്ന കുട്ടികളെ കുറിച്ചും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രണയബന്ധത്തിൽ അകപ്പെട്ടു പോകുന്ന കുട്ടികളെ കുറിച്ച്, അല്ലെങ്കിൽ ഡ്രഗ് ഉപയോഗിക്കുന്ന കുട്ടികളെ കുറിച്ചൊക്കെ നമ്മൾ അവരെ കുറ്റപ്പെടുത്തും. നമ്മളെ തലമുറ ഇങ്ങനെ അല്ലായിരുന്നു, ഇപ്പോഴത്തെ തലമുറ ഇങ്ങനെയാണ്. യഥാർത്ഥത്തിൽ അവരെ നമ്മൾ കേൾക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പൊ നമ്മൾ ഹൃദയം കൊണ്ട് കേൾക്കുക. ആ കുട്ടിയുടെ ഫീലിങ്സിനെ എന്തുകൊണ്ടായിരിക്കാം എൻ്റെ കുട്ടി ഈ സബ്ജക്റ്റില് ബാക്കില്, അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കാം എന്തിനായിരിക്കും എൻ്റെ കുട്ടി കഥ കടച്ചിട്ടുണ്ടാവുക, എന്താണ് ആ സമയത്ത് എന്ത് ഫീലിങ്സിലൂടെയാണ് എൻ്റെ മകൾ കടന്നു പോകുന്നത്, എൻ്റെ മകൻ കടന്നു പോകുന്നത്, ആ ഇമോഷൻ എന്താന്ന് ഞാൻ തിരിച്ചറിയാം. ഇതേ പരിപാടി തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മുടെ ജീവിത പങ്കാളിയുടെ കാര്യത്തിലും നമ്മുടെ പാരൻസിന്റെ കാര്യത്തിലും നമ്മൾ ചെയ്യേണ്ടത്. കാരണം പലപ്പോഴും നമ്മുടെ പങ്കാളി, നമ്മൾ പറയും നമ്മൾ ഭയങ്കര ഐഡിയൽ കപ്പിൾസ് ആണെന്നൊക്കെ പറയും അല്ലെ. പലപ്പോഴും ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ലൈഫ് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് അസൂയ തോന്നിയിട്ടുണ്ട് അവിടെ ആ വീട്ടിൽ ചെല്ലുന്ന സമയത്ത്. അതായത് എത്ര റൊമാൻറ്റിക് ആയിട്ട് അവർ ബിഹേവ് ചെയ്യുന്നറിയോ. നമ്മൾ ഫിലിമിലൊക്കെ കാണൂലേ, അത്ര കട്ടക്ക് ഇങ്ങനെ റൊമാൻസ് പറയുന്ന ആളുകൾ. അപ്പൊ പൊതുവെ റൊമാൻസ് പറയാനും കേൾക്കാനൊക്കെ ഇഷ്ടമുള്ള ആളുകളാകുമ്പോൾ നമുക്കും എന്താവും, അത് ഭയങ്കരമായിട്ട് സന്തോഷം ഉണ്ടാവും. പക്ഷെ യഥാർത്ഥ ജീവിതത്തില് അവര് തമ്മിൽ ഒട്ടും യോജിപ്പല്ല. അതായത് ഇവരിപ്പോ സെപ്പറേറ്റ് ആണ്, ഇപ്പൊ എനിക്ക് തോന്നുന്നു 10 വർഷക്കടെ സെപ്പറേറ്റഡ് ആണ്. അപ്പൊ നമ്മൾ കാണുന്ന ചിത്രമല്ല പല ജീവിതത്തിലും. അവിടെ ആരും ആരെയും യഥാർത്ഥത്തിൽ ഒരു ആള് വന്ന് തൻ്റെ ഒരു ജോലി ഭാരമൊക്കെ ആയിട്ട് വീട്ടിൽ വന്ന് കയറുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും നമ്മളെ കേൾക്കുന്ന ഒരാളെയാണ് നമുക്ക് വേണ്ടി. ഇപ്പൊ ഇനി എങ്ങനെയൊക്കെ കേൾക്കണം, ഇനിയിപ്പൊ അതിനെ കുറിച്ചാണ്. ഇപ്പൊ നമ്മളെ പാരൻസ് ആയാലും പലപ്പോഴും ചില പാരൻസ് പറയും, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം, ഇതന്നെ നിങ്ങൾ ഇന്നലെയും പറഞ്ഞത്. നമ്മൾ പലപ്പോഴും ഇത് യൂസ് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മളെ പാരൻസ് നമ്മളോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. ഇന്നലെ പറഞ്ഞ, മിനിയാന്ന് പറഞ്ഞ, കഴിഞ്ഞ മാസം പറഞ്ഞ കാര്യം തന്നെ റിപ്പീറ്റഡ്ലി നമ്മളോട് പറയുന്നുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ചെവി എടുക്കൂല അല്ലെ. ഇതന്നെ ഉമ്മ ചിലപ്പോ നമ്മളെ മരുമകളെ കുറ്റം പറഞ്ഞതാവും, അല്ലെങ്കിൽ മകനെ കുറ്റം പറഞ്ഞതാവും, അല്ലെങ്കിൽ ആവലാതികൾ അവരെ അവശതകളെ കുറിച്ച് പറഞ്ഞതാവും, അല്ലെങ്കിൽ പെൻഷൻ കിട്ടാത്തതിന്റെ പരാതിയാവും, അല്ലെങ്കിൽ മരുന്ന് വാങ്ങിക്കാൻ പൈസ ഇല്ലാത്തതിന്റെ പരാതിയാവും, അല്ലെങ്കിൽ ശാരീരികമായി അവരനുഭവിക്കുന്ന അവശതകളെ കുറിച്ചാവും. ഇതൊക്കെ നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും, ഇതൊക്കെ തന്നെയല്ല ഇപ്പൊ ഞാൻ എന്നും കേൾക്കണേ. യഥാർത്ഥത്തിൽ നമ്മൾ അവരെ കേൾക്കും പോലെ കേൾക്കിട്ടുണ്ടോ? ആ സമയത്ത് നമ്മൾ മറ്റൊരു ശ്രദ്ധയില്ലാതെ അവരെ കേട്ടിട്ടുണ്ടോ? അപ്പൊ ഇനി അങ്ങനെ കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളോടല്ല പറയും, മാത്രല്ല ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന നമ്മൾ എന്ത് ചെയ്യണം, ആളുകളെ കേൾക്കണം. അപ്പൊ കേൾക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മളിപ്പോ കുറെ കാര്യങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആരും ഒന്നും പറയണില്ല. അപ്പോ നമ്മൾ ഇനി എങ്ങനെയാണ് കേൾക്കേണ്ടത്? നമ്മളെ സുഹൃത്തിനെ കേൾക്കേണ്ടത്, നമ്മളെ പാരൻസിനെ കേൾക്കേണ്ടത്? കേൾക്കണ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം ഒരു നല്ല ഐ കോണ്ടാക്ട് ഉണ്ടായിരിക്കണം അല്ലെ. നമ്മൾ സൈക്കോളജി പഠിച്ചിട്ടുണ്ട്. ഈ ഐ കോണ്ടാക്ട് എങ്ങനെ ആയിരിക്കണം? ആ ഐ കോണ്ടാക്ട് നമ്മളിങ്ങനെ, ഇപ്പൊ ഞാൻ ഇടയ്ക്ക് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ എന്റെ പോയിന്റ്സ് നോക്കാൻ വേണ്ടി മൊബൈലിലേക്ക് നോക്കി. അപ്പൊ നിങ്ങളുടെ അടുത്തുള്ള ആ ഒരു ഐ കോണ്ടാക്ട് പോയില്ലേ? ഇപ്പൊ ഞാൻ സംസാരിക്കുകയാണ്, പക്ഷെ നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടെന്ന വിശ്വാസത്തിൽ നിങ്ങളെ മുഖത്ത് നോക്കിയാണ്. ആരും വീഡിയോ ഓൺ ആക്കിയിട്ടില്ല. എപ്പോഴും ഞാൻ പറയുന്നു, എന്റെ ക്ലാസ് മാത്രമല്ല ആരെ ക്ലാസ് ആയിക്കോട്ടെ, നിങ്ങൾ വീഡിയോ മോഡിൽ ഇരിക്കുന്നതാണ് ക്ലാസ് എടുക്കുന്ന ആളുകൾക്ക് എനർജി ഉണ്ടാവുക. ഇപ്പൊ ഞാന് രാവിലെ എണീറ്റു, എന്റെ പ്രാർത്ഥന കഴിഞ്ഞു, ഞാനൊന്ന് ഒരുങ്ങി ഒക്കെ ഞാൻ ക്ലാസ് എടുക്കാൻ വന്നത്.
പക്ഷെ നിങ്ങൾ ഒരുപക്ഷെ ഉറക്കപ്പിച്ച് എണീറ്റ് ഒരുപക്ഷെ അപ്പുറത്തുനിന്ന് കേൾക്കായിരിക്കും. പക്ഷെ മുഖം ഒന്ന് കഴുകി, നമ്മളൊക്കെ അറിയാം 5:30 എഴുന്നേറ്റ് കുളിച്ച് കുട്ടപ്പനായൊന്നും നമ്മൾ ഇരിക്കൂല. പക്ഷെ എപ്പോഴും വീഡിയോ മോഡിൽ ഇരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. ഞാനായാലും നിങ്ങളായാലും ഒക്കെ. അതാണ് ക്ലാസ് എടുക്കുന്ന ഒരാൾക്ക്, അതായത് സംസാരിക്കുന്ന ആൾക്ക് ഒരു കംഫർട്ട് ആയിരിക്കുക. തന്റെ മുന്നിൽ ഇരിക്കുന്ന ആളുകളോട് സംസാരിക്കുമ്പോഴാണ് ഒന്നും കൂടി എനർജി ഉണ്ടാവുക. അപ്പൊ നമ്മൾ ഇനി സംസാരിക്കുന്ന സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം? ഇപ്പൊ ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. എന്തൊക്കെ നമ്മൾ ചെയ്യാൻ പാടില്ല? നമ്മൾ സംസാരിക്കുന്ന, താങ്ക് യു കോമളമ്മ, നമ്മൾ സംസാരിക്കുന്ന സമയത്ത് എന്തൊക്കെ ചെയ്യാൻ പാടില്ല? കേൾക്കുന്ന സമയം സോറി നമ്മൾ എന്ത് ചെയ്യണം? 80% അവര് പറയുമ്പം 20% നമ്മൾ സംസാരിക്കാവൂ. നമ്മൾ എങ്ങനെയാണ് കേൾക്കേണ്ടത്? കേൾക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ ഐ കോണ്ടാക്ട് ഉണ്ടായിരിക്കണം. നമുക്ക് ഐ കോണ്ടാക്ട് ഉണ്ടായിരിക്കണം. കറക്റ്റ് അവരെ കണ്ണിലേക്ക് നോക്കണം. അവരെങ്ങോട്ടോ നോക്കിക്കോട്ടെ. കുട്ടിയാവാം, പങ്കാളിയാവാം, നമ്മുടെ പാരന്റ്സ് ആവാം, നമ്മളെ സുഹൃത്താവാം, നമ്മളെ മുന്നിൽ വരുന്ന ഒരു എനി പേഴ്സൺ ആരും ആയിക്കോട്ടെ, അവര് എങ്ങോട്ട് നോക്ക, അവര് നമ്മളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യണം, അല്ലെ? അല്ല സോറി, അവരെങ്ങോട്ട് നോക്കിയോട്ടെ, നമ്മൾ അവരിലേക്ക് ഫോക്കസ് ചെയ്യണം. പിന്നീട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവരെ കേൾക്കുന്നുണ്ട് എന്നുള്ള ഒരു ബോഡി ലാംഗ്വേജ്, അങ്ങനെ ആയിരിക്കും ബോഡി ലാംഗ്വേജ് നമ്മൾ പറയാ. നമ്മൾ ലീൻ ചെയ്യാം. അങ്ങനെ ഇപ്പൊ നമ്മളൊരാളെ കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ ശരിക്കും കേട്ടില്ല, നമ്മൾ എന്താ ചെയ്യാ? അങ്ങനെ ചെവി വെക്കൂലേ? ഒരാള് ഒരു രഹസ്യം പറയണേ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുപോകും, ചെവി അയാളെ വായിൽ കൊണ്ടുപോയിക്കും നമ്മള്. പക്ഷെ നമ്മളോടൊരു സങ്കടം പറയുന്ന ആളെ നമ്മൾ എങ്ങനെ കേൾക്കുക? ചിലപ്പോ നമ്മള് ആ എന്നുള്ള രീതിയിൽ അത്ര മൈൻഡ് ചെയ്യാതായിരിക്കും കേൾക്കുന്നുണ്ടാവുക. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? അദ്ദേഹത്തിന് തോന്നണം, അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, എന്റെ ഫീലിങ്സ് അയാൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് തോന്നണം. അപ്പം എന്നിട്ട് സംഭവിച്ചോ? അപ്പൊ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ പോസിറ്റീവായിട്ട് ഒരു അപ്രീഷിയേഷനെ കൊടുക്കുക. അവരൊരു തീരുമാനം എടുത്തു, അവരുടെ ജീവിതത്തിൽ ഒരു മോശം ഘട്ടത്തിലൂടെ കടന്നുപോയി, അവിടുന്ന് അവരൊരു തീരുമാനം എടുത്തു, അല്ലെങ്കിൽ ഇന്ന കോഴ്സിനെ എന്റെ വീട്ടുകാരെന്നെ നിർബന്ധിച്ചു, പക്ഷെ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട കോഴ്സേ തിരഞ്ഞെടുത്തുള്ളൂ. അപ്പോ നിനക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റിയല്ലേ, അഭിനന്ദനങ്ങൾ എന്ന രീതിയിൽ നമ്മൾ പോസിറ്റീവ് സ്ട്രോക്സ് നമ്മൾ എന്ത് ചെയ്യണം? കൊടുത്തോണ്ടേയിരിക്കണം. അത് പോസിറ്റീവ് സ്ട്രോക്സ് നമ്മൾ ഇടക്കിടക്കിടക്ക് കൊടുത്തോണ്ടിരിക്കണം. അതുപോലെ നമ്മൾ പാരാഫ്രൈസിങ് ചെയ്തുകൊണ്ടേയിരിക്കണം. എങ്ങനെ പാരാഫ്രൈസിങ് ചെയ്യാം? ഇപ്പൊ ഒരാള് നമ്മളോട് പറയാം, എനിക്ക് ഇപ്പൊ ഈ കുട്ടി പറഞ്ഞല്ലോ എന്റെ ഉമ്മന്റെ പെരുമാറ്റം. അപ്പൊ ഞാൻ എന്താ ചോദിക്കേണ്ടത് കുട്ടിനോട്? ഉമ്മമാരാവുമ്പോ അങ്ങനൊക്കെ ഉണ്ടാവും, ഉമ്മമാർ ഇങ്ങനൊക്കെ തന്നെയാണ്, അത് ഉമ്മക്ക് എന്നോട് സ്നേഹം ഉള്ളതുകൊണ്ടല്ലേ എന്നോട് അങ്ങനെ ചെയ്തത്, ഉമ്മ എന്നെ കൂടുതൽ സ്നേഹിക്കുക. നമ്മളങ്ങനെ സ്വാഭാവികമായിട്ട് നമ്മൾ പറയുന്ന മറുപടി അങ്ങനെ. ഉമ്മമാര് പറഞ്ഞാൽ ഇങ്ങനെയാണ്. നമ്മളൊരു വിശ്വാസം എന്താണ്? അമ്മ എന്ന് പറഞ്ഞൊരു അധികാരമാണ് എന്നാണ്. യഥാർത്ഥത്തിൽ നമ്മളൊരു അധികാരമല്ല, ഒരു സ്നേഹമാണ്, അല്ലെ? ഒരു കരുതലാണ്, ഒരു കേൾക്കലാണ്, ഒരു ഈ സംരക്ഷണമാണ് നമ്മൾ അവർക്ക്, ഒരു സേഫ്റ്റിയാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മുടെ അധികാരത്തെ, നമ്മൾ പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ എന്നെ 10 മാസം അങ്ങനെ ഇങ്ങനെയൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ആ വാക്ക് പലപ്പോഴും. കാരണം അധികം കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ 2-3 മക്കളെ പ്രസവിച്ച്. അപ്പൊ ഇടക്കിടക്ക് ഞാൻ കുട്ടികളോട് പറയാറുണ്ടായിരുന്നത്, ഞാൻ അത്യാവശ്യം നല്ല കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ്, അത്യാവശ്യം വേദന, പ്രസവ വേദന അല്ല കേട്ടോ, പ്രസവം വരെയുള്ള വേദന, പ്രസവ വേദന ഞാൻ അനുഭവിച്ചിട്ടില്ല, അതുവരെ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കും, ദൈവം എനിക്ക് അതിനെ അനുഗ്രഹിച്ചിട്ടില്ല. ഞാൻ 3 കുഞ്ഞുങ്ങളെ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രസവ വേദന അനുഭവിച്ചിട്ടില്ല. 3 സിസേറിയനാണ്. പ്രസവ വേദന ഒക്കെ വരുന്നതിന് മുന്നേ തന്നെ സിസേറിയൻ ചെയ്യുന്ന ഒരാളാണ്. കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉള്ളതുകൊണ്ട് 8 മാസം ആകുമ്പോൾ. അപ്പൊ ഞാൻ ആ ഒരു കടമ്പയിലൂടെ കടന്നു പോയിട്ടില്ല. അപ്പോ ഞാൻ എന്നാലും പറയും, എനിക്ക് 1 മാസം ആകുമ്പോ പോസിറ്റീവ് അന്ന് തുടങ്ങുന്ന ഇഞ്ചക്ഷനാണ് 2 നേരം. തിയേറ്ററിൽ കൊണ്ടുപോകുന്ന നേരം വരെ ഇഞ്ചക്ഷനാണ്. അതുപോലെ ഒരുപാട് മരുന്നുകളിലൂടെയും സഹനങ്ങളിലൂടെ ഒക്കെ പോയതാണ്. അപ്പൊ ഞാൻ ഇടക്കിടക്ക് കുട്ടികളോട് ഇത് പറയും. പിന്നെ ഇപ്പോഴാണ് എനിക്ക് തെറ്റാണ് എന്ന് മനസ്സിലായത്. അത് എന്റെ ഉത്തരവാദിത്തമായിരുന്നു. ആ വേദന സഹിക്കുക എന്നുള്ളതും ആ ഗർഭകാലത്തെ പ്രയാസങ്ങളൊക്കെ എന്റെ ഉത്തരവാദിത്തമായിരുന്നു. ഒരിക്കലും അത് കുട്ടിനെ ബുദ്ധിമുട്ടിക്കാനുള്ളതായിരുന്നില്ല. പക്ഷെ നമ്മൾ പലപ്പോഴും അത് ഉപയോഗിക്കാറുണ്ട്, നമ്മളൊരു അധികാരം പോലെ, സ്ത്രീകൾ പൊതുവെ. അപ്പൊ അച്ഛന്മാരായാലും പറയും, ഞാൻ എന്റെ രാവും പാലും അധ്വാനിക്കണം നിങ്ങൾക്ക് വേണ്ടി. യഥാർത്ഥത്തിൽ മക്കള് നമ്മളെ സന്തോഷത്തിന്റെ ഇടയിൽ ഉണ്ടാവുന്നത്, അല്ലെ? നമ്മള് എന്താ പറയാ, ഫിസിക്കൽ റിലേഷൻഷിപ്പിനിടയിൽ നമ്മുടെ സന്തോഷം കണ്ടെത്തുകയാണല്ലോ നമ്മളെ സെക്ഷൽ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ. അതിനിടയിൽ ജനിക്കുന്നതാണ് മക്കള്. നമ്മള് എന്തായാലും എവിടെങ്കിലും പോയി വാങ്ങിക്കൊണ്ടുവരില്ലല്ലോ. നമ്മൾ ആഗ്രഹിച്ച്, ഒരുപക്ഷെ ആഗ്രഹിച്ച് നേടുന്നതാവാം, അല്ലെങ്കിൽ നമ്മുടെ സന്തോഷത്തിന്റെ ഇടയിൽ. അപ്പൊ നമ്മൾ അവരോട് പറയുന്ന ഇത്തരം വേർഡ്സ്,
ഞാൻ ഇവർക്കൊരു ബാധ്യതയാണോ, ഇവരാഗ്രഹിക്കാതെയാണോ, എന്റെ ജനനം ഇവരെത്ര ബുദ്ധിമുട്ടിച്ചോ എന്നുള്ള ഒരു കുറ്റബോധം കുട്ടീൻ്റെ ഉള്ളില്, അല്ലെങ്കിൽ ഞാൻ ആരുമല്ല, എന്നെ ആർക്കും വേണ്ടേ എന്നുള്ളൊരു ശൂന്യത ആ കുട്ടിക്ക്, ഒരു ഒറ്റപ്പെടൽ ആ കുട്ടി അനുഭവിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മള് കുട്ടികൾ ഒരാളെ കേൾക്കുന്ന സമയത്ത് പരമാവധി ഉപദേശിക്കരുത്. നമ്മളെ ഉപദേശിച്ചാൽ നമുക്ക് വലിയ ഇഷ്ടമുണ്ടോ? നമ്മളെ ഉപദേശിക്കൂലെ? ഇപ്പൊ അമ്മായിയമ്മ ഉപദേശിക്കൂലേ? കെട്ടിയോന് ഉപദേശിക്കൂലേ? നമ്മളെ നാട്ടുകാർ ഉപദേശിക്കൂലേ? അപ്പൊ നമുക്ക് വല്ലാണ്ട് അങ്ങോട്ട് പിടിക്കുന്നുണ്ടോ? അത് നമ്മൾ തിരിച്ചൊരാളോട് ചെയ്യുമ്പം എന്തായിരിക്കും? അപ്പൊ നമ്മൾ ഒരാളെ അത് നമ്മളവരെ ജഡ്ജ് ചെയ്യാതെ, ജഡ്ജ്മെന്റിലല്ലാതെ കേൾക്കുക. അതായത് നീ അങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്, നീ ഇങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു, നീ ചെയ്തത് തെറ്റായിരുന്നു, ശരിക്കും ഇതായിരുന്നു ചെയ്യേണ്ടത് എന്ന രീതിയിൽ നമ്മളെ പിന്നെ കുറ്റപ്പെടുത്താതിരിക്കുക. അവരെ നമ്മളെന്താ ചില ആളുകൾക്ക് കുത്തി എന്നിട്ട് അത് അപ്പൊ ഞങ്ങൾ രണ്ടാളും ഇന്ന് ഒരു റൂമിൽ കയറി വാതിലടച്ചു. ചിലരോട് പറയും, പിന്നെ എന്താ സംഭവിച്ച്? റൂമിൽ കയറി വാതിലടച്ചിട്ട് പിന്നെന്തെങ്കിലും? ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? അയാളെ ഒരു പ്രോബിങ് കുത്തി നമ്മൾ അവരോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ നമ്മൾ ഈ സംസാരത്തിനിടെ ഇത്തരം കാര്യങ്ങൾ, പ്രോബിങ് ഒഴിവാക്കുക, ബ്ലെയിമിങ് ഒഴിവാക്കുക, കമ്പാരിസൺ ഒഴിവാക്കുക. നമ്മൾ അവരോട് എന്താ പറയാ, നമ്മൾ അവരെ മോറലൈസിങ് ചെയ്യാതിരിക്കുക. അത് തെറ്റല്ലേ, ഇത് തെറ്റല്ലേ. പലപ്പോഴും എനിക്ക് തോന്നുന്നു പണ്ടത്തെക്കാളേറെ മോറലൈസ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളൊരു എവിടെ ചെന്ന് കഴിഞ്ഞാലും ആളുകൾ അങ്ങോട്ട് നന്നാക്കാൻ ശ്രമിക്കും. അതായത് നമുക്ക് പറയാനുള്ളതെല്ലാം ആരാന്റെ വീഡിയോന്റെ താഴെ കമന്റ് ബോക്സിൽ കാണാം. ഒരു ശരാശരി മലയാളിയുടെ ചിന്ത കമന്റ് ബോക്സുകൾ കാണാൻ കഴിയും നമുക്ക്. അതിന്റെ അടിയിൽ ചെന്നിങ്ങടെ ആ വ്യക്തിനെ അങ്ങോട്ട് നന്നാക്കാൻ നോക്കും നമ്മൾ. എനിക്ക് അങ്ങനെ ജീവിച്ചൂടെ, ഇങ്ങനെ ജീവിച്ചൂടെ, ഈ ജീവിക്കണത് മോശമല്ലേ. അതായത് നമ്മളെ കണ്ണിലെ കരടൊക്കെ അവിടെ വെച്ചിട്ടാവും അല്ലെ, നമ്മുടെ കണ്ണിലെ കോലൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ടാവില്ല, നമ്മൾ അപ്പുറത്തെ കണ്ണിലെ കരടെടുക്കാൻ വേണ്ടി നമ്മൾ പോകും. നമ്മൾ മോറലൈസിങ് എന്ന കാര്യത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾക്ക് ഒന്നും കൂടിയൊക്കെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. കാരണം ഈ റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്ന ആളുകള് ഇപ്പൊ ഒരു ഫാമിലി പ്രോബ്ലം, ഒരു ഭാര്യ ഒരാളെ ഒളിച്ചോടിപ്പോയി. ആ ഭാര്യ ഒളിച്ചോടിപ്പോയതിനും ഭർത്താവിനെ ഉപേക്ഷിച്ചതിനും അല്ലെങ്കിൽ ഭർത്താവ് വേറൊരാളെ കല്യാണം കഴിക്കുന്നതിനൊക്കെ പിന്നില് ഒരുപാട് കാരണങ്ങൾ ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് സംഭവിക്കുന്നതല്ല. ഞാനിപ്പോ ഇന്ന് ഒരു ദിവസം കൊണ്ട് ഒരാളെ കണ്ട അയാളെ മുന്നാലെ പോവോ? ഞാൻ പോവോ? ഇല്ല. എന്റെ ഭർത്താവ് ഒരു ദിവസം കൊണ്ട് വേറൊരാളെ കൂടെ റിലേഷൻഷിപ്പിലാവോ? അതിലേക്ക് എത്തുന്നതിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും. ആ കാരണങ്ങളെ കണ്ടെത്തി അത് വിശകലനം ചെയ്ത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയതെന്ന് മനസ്സിലാക്കി അയാളെ കുറ്റപ്പെടുത്തുന്നതിന് അപ്പുറം ഒരു വാർത്ത കേൾക്കുന്ന കാളെ പെറ്റെന്ന് കേൾക്കണ പിന്നെ കയറെടുത്ത് പിന്നെ നമുക്ക് തോന്നിയപ്പോഴാണ് വായി തോന്നിയ കോതക്ക് പാട്ടുന്ന രീതിയിൽ ആളുകൾ വിമർശിക്കുക. യഥാർത്ഥത്തിൽ നല്ലൊരു പ്രവണതയാണ്. പലപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട് ഇതിനൊക്കെ ഒരു പൂട്ടിടണമെന്ന്. കാരണം ഒരു ഭാര്യ പോയതിന് അവരെ ഏതെങ്കിലും കാലത്ത് അവരാരെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ചിലപ്പോൾ ഞാൻ വളരെ വിശ്വസിച്ച് പറഞ്ഞ വോയിസ് ആയിരിക്കും പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ അങ്ങനെ ആളുകളെ ആ ഒരു വോയിസ് എടുത്തിട്ട് ജഡ്ജ് ചെയ്യാം. നമ്മൾ ആരാണ് ജഡ്ജ് ചെയ്യാൻ മറ്റൊരാളെ? ഞാൻ ആരാണ് വേറൊരാളെ ജഡ്ജ് ചെയ്യാൻ? എനിക്ക് എന്ത് യോഗ്യതയാണ് മറ്റൊരാളെ ജീവിതത്തെ അളക്കാനുള്ളത്? അപ്പൊ നമ്മളിലേക്ക് ഇപ്പൊ ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ നമ്മളെപ്പോഴും എന്ത് ചെയ്യാ, മറ്റൊരാളെ ഇമോഷൻസിന് വാല്യൂ കൊടുത്തുകൊണ്ട് അയാളെ ജഡ്ജ് ചെയ്യാതെ, മോറലൈസിങ് ചെയ്ത്, ബ്ലെയിം ചെയ്യാതെ, പ്രോബിങ് ചെയ്യാതെ നമ്മൾ അയാളെ എന്ത് ചെയ്യാം, ഹൃദയം കൊണ്ടുള്ള ഫീലിങ്സ് നമ്മൾ കേൾക്കുക. അങ്ങനെ കേട്ടാൽ തന്നെ അയാളെ 90% പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്ന നമ്മൾക്ക് ഒരുപാട് അറിവുണ്ടാവും. അതൊന്നും അവിടെ കൊണ്ടുപോയിടണ്ട. ആദ്യം നമ്മൾ അയാളെ കേൾക്കുക. എന്നിട്ട് നമുക്ക് നമ്മളെ പ്രശ്നം വരുമ്പോൾ നമുക്ക് രക്ഷപ്പെടാൻ കഴിയാറില്ലേ? ഒരു പ്രശ്നത്തിൽ നിന്ന് എപ്പോഴാണ് നമ്മൾ രക്ഷപ്പെടാറുള്ളത്? നമ്മൾ അതിന് സൊല്യൂഷൻ കണ്ടെത്തുമ്പോഴേ അല്ലെ. വേറൊരാൾ നമുക്ക് നൽകുന്ന സൊല്യൂഷൻ നമ്മളെ കൂടെ എല്ലായ്പ്പോഴും ഉണ്ടാവാറില്ല. ബട്ട് നമ്മൾ കണ്ടെത്തുന്ന സൊല്യൂഷൻ ആണെങ്കിൽ നമ്മൾ ആ സൊല്യൂഷനിൽ നമുക്ക് അതിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. നമ്മൾ നമുക്ക് ഹെൽപ്പ് ചെയ്യാം ഒരാളെ. ഒരു സൊല്യൂഷൻ കണ്ടെത്തുമ്പോൾ അത് കറക്റ്റ് ആണോ അല്ലേ, അയാളുടെ ഉള്ളിലെ സൊല്യൂഷൻ കണ്ടെത്താനേ നമുക്ക് ഹെൽപ്പ് ചെയ്യാം. പക്ഷെ നമുക്ക് അയാൾക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കുന്നേക്കാൾ ഏറെ ഒരു മനുഷ്യന് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്? അയാളെ
ഹൃദയം കൊണ്ട് കേൾക്കുക, അയാളെ ഫീലിങ്സിന് ഇമോഷൻസിന് വാല്യൂ കൊടുത്ത് അയാളെ കുറ്റപ്പെടുത്താതെ അയാളെ നമ്മൾ ഒരു ജഡ്ജ്മെന്റിലും ഇല്ലാതെ നമ്മൾ അയാളെ കേൾക്കുക. അപ്പൊ നമ്മൾ ഓരോരുത്തരും എത്രത്തോളം ആക്റ്റീവ് ലിസണിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി ഞാൻ ഒരുപാട് ഉദാഹരണങ്ങൾ എനിക്ക് പറയാനുണ്ട് ഈ കുട്ടികളെ കേട്ടതെന്ന്. പക്ഷെ നമ്മളെ സമയപരിമിതി മൂലമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇനി ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ എനിക്ക് നിങ്ങളുടെ കൺവേ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എങ്കിലും ഞാനും നിങ്ങളൊക്കെ നല്ലൊരു ആക്റ്റീവ് ലിസണർ ആയിരിക്കട്ടെ. ഹൃദയം കൊണ്ട് മറ്റുള്ളവരെ ഇമോഷൻസിന് വാല്യൂ നൽകിക്കൊണ്ട് അവിടെ പ്രശ്നത്തെ പൂർണ്ണമായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന രീതിയിൽ നമ്മൾ അവരെ കേൾക്കുകയും അവരുടെ പ്രശ്നങ്ങൾക്ക് അത് കേട്ടാ മതി. നമ്മളൊരാളെ നമ്മൾ ആ കേൾക്കുന്ന സമയത്ത് മറ്റൊന്നിലേക്കും നമ്മൾ ശ്രദ്ധിക്കാതെ അയാളിലെ പ്രശ്നം എന്നെ കേൾക്കാൻ ഒരാളുണ്ട് എന്ന തോന്നൽ മാത്രം മതി മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു പിടിവള്ളി. പലപ്പോഴും നമ്മൾ ആത്മഹത്യ ചെയ്യുന്നവരെ കുറ്റപ്പെടുത്തൂലേ, എന്താപ്പോ എല്ലാ സൗകര്യം ഉണ്ടായിട്ട് മരിക്കുന്നു. ആ ഒരു നിമിഷത്തെ അതിജീവിക്കാൻ ആത്മഹത്യയൊന്നും ഒരു ദിവസം കൊണ്ട് ഒരു നിമിഷം കൊണ്ടൊന്നും ഒരാളെടുക്കുന്ന തീരുമാനമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുറെ കാരണങ്ങൾ അതിന്റെ പിന്നിലുണ്ടാവും. അതിന്റെ അവസാനം ഒരു നിക്കക്കള്ളി ഇല്ലാതാവുമ്പോ ഒരു സൊല്യൂഷനും ഇല്ല, ഒരു മാർഗം മുന്നിൽ തെളിയാത്തപ്പോ, എന്നെ കേൾക്കാൻ ആളില്ല, എന്നെ മനസ്സിലാക്കാൻ ആളില്ല, എനിക്കൊരു കച്ചിത്തുരുമ്പ് കിട്ടിയാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്ന നിമിഷത്തിൽ പോലും അയാളുടെ മുന്നിൽ അതില്ലാത്ത നിമിഷത്തിലാണ്. കാരണം നമുക്കൊക്കെ എത്ര ആയുസ്സുണ്ടെങ്കിലും ജീവിക്കാനല്ലേ ആഗ്രഹം അല്ലെ? പലപ്പോഴും നമുക്ക് തോന്നും എന്ത് വേണ്ട, പക്ഷെ തോന്നിയാലും നമ്മൾ അതിന് ശ്രമിക്കുന്നുണ്ടോ? ഇല്ല. കാരണം എന്താണ്? നമുക്ക് ജീവിതത്തെ അത്ര മാത്രം ഇഷ്ടമാണ്. ഇപ്പൊ ആത്മഹത്യ ചെയ്ത വ്യക്തിയും അത് സ്നേഹിച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഒരാളെ കേൾക്കുന്നതിലൂടെ ഒരുപക്ഷെ അയാൾക്ക് ഈ ലോകത്ത് കൂടുതൽ കാലം ജീവിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ഹൃദയം തുറന്ന് കേൾക്കുക. എന്റെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് ഈ കുട്ടിനെ കേട്ടതുകൊണ്ടാണ് ഈ ഒരു ക്ലാസ്, ഈ കുട്ടിനെ മാത്രമല്ല കേട്ടോ, ഒരു 4-5 കുട്ടികളെ കുറിച്ച് എനിക്ക് പറയാനുണ്ട്, സമയപരിമിതി കൊണ്ടാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മളെ മക്കളെ, പേരക്കുട്ടികളെ, നമ്മുടെ പങ്കാളിയെ, മാതാപിതാക്കളെ, സുഹൃത്തിനെ ഒക്കെ കേൾക്കാൻ ഹൃദയം തുറന്ന് കേൾക്കുക, ഒരു മുൻവിധിയുമില്ലാതെ. തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു ക്ലാസ്സിന് അവസരം തന്നതിന് ഒരുപാട് സന്തോഷം. എന്നെ കേട്ടതിൽ, എന്റെ കൂടെ നിന്നതിൽ താങ്ക് യു എവരിബഡി. ഹായ് ഷെമി, ഗുഡ് മോർണിംഗ്. താങ്ക് യു. ഗുഡ് മോർണിംഗ്. അപ്പോ വളരെയധികം നല്ലൊരു എഫക്റ്റീവായ ക്ലാസ്സാണ്. കേൾക്കുക എന്ന് പറഞ്ഞത്, അത് സാധിക്കുക എന്ന് പറയാണ് ആദ്യത്തെ വലിയൊരു ടാസ്ക്. ഈ പറഞ്ഞ പോലെ ഞാനൊക്കെ എൻ്റെ മക്കളെ ആദ്യം അവര് സ്കൂളിട്ട് വന്നു കഴിഞ്ഞാലും ഞാൻ എൻ്റെ ജോലി കഴിഞ്ഞ് വന്നാലും ഞാനും എൻ്റെ 3 മക്കളും ഇരുന്ന് കുറച്ചു നേരം സംസാരിക്കുകയായിരുന്നു. അവര് സ്കൂളിലത്തെ വിശേഷം, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളെ മക്കളെ മനസ്സിലാക്കാനും അവരെ, ഇതൊന്നും ശരിക്കും അന്നൊന്നും നമുക്ക് വലിയൊരു സൈക്കോളജിക്കൽ അനുഭവം അല്ലെങ്കിൽ ഇതിനെ കുറിച്ചുള്ള പഠനമൊന്നും ഉണ്ടായിട്ടല്ല. പക്ഷെ ഞാനൊരു അംഗൻവാടി ടീച്ചർ ആയതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയ കുറെ ട്രെയിനിങ്ങും അതിലൂടെ നമുക്ക് വന്ന നമ്മൾ കുട്ടികളെ ഇതാക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു കാര്യമായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും നല്ലൊരു ഭാവിയിൽ കുട്ടികൾക്ക് നല്ലൊരു കാര്യങ്ങളായിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഞാൻ ഒരിക്കലും എൻ്റെ മക്കളെ പഠിക്കുന്നു പറഞ്ഞ് അന്നു മുതലും ഇന്നും നിർബന്ധിക്കാറില്ല. അവര് പറയും ഇന്ന കാര്യത്തിലാണ് എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞാല് ഇന്ന് കൂടുതൽ ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ പറഞ്ഞ പോലെ തന്നെ ഞാൻ എല്ലാവരെയും കേൾക്കാൻ തയ്യാറായ ഒരു വ്യക്തിയായിട്ട് ഏകദേശമൊക്കെ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് കേൾക്കാൻ പറ്റിയത്. ഈ ഒരു കാര്യം പറയുമ്പോൾ ശരിക്കും വലിയൊരു അനുഭവമാണ്. നമ്മൾ മറ്റുള്ളവരെ കേൾക്കുക എന്ന് പറയുമ്പോൾ ഒന്നും വേണ്ട. ഇന്നലെ ഞങ്ങളൊരു മീറ്റിങ്ങിൽ ഇരിക്കുമ്പോൾ സാധാരണ റിപ്പോർട്ട് എഴുതുന്ന ആള് വേറെയാണ്, അയാൾ ഇന്നലെ ലീവായിരുന്നു, എന്റെ ലീവും ലീവായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ ബുക്കൊക്കെ വരച്ചിങ്ങനെ എഴുതിയപ്പോ റിപ്പോർട്ട് എഴുതിയ സമയത്ത് എല്ലാവരും പെട്ടെന്ന് റിപ്പോർട്ട് തന്നു പോയി. അപ്പോ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, ശരിക്കും പരിചയമുള്ള സ്മിത, എന്റെ അടുത്ത് പറഞ്ഞു ഇപ്രാവശ്യം നല്ലൊരു സന്തോഷം റിപ്പോർട്ട് എഴുതിയപ്പോ. എല്ലാ പ്രാവശ്യം എന്റെ അടുത്ത് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ ഇവിടെ ചോദിച്ചിട്ട് ഞാൻ പറയാൻ പറഞ്ഞ റിപ്പോർട്ട് വരെ ഞാൻ മറന്നു പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാനും തന്നെ എന്നെ വിലയിരുത്തി. കാരണം ഇത്രയും കാമായിട്ടും കൂളായിട്ടും എനിക്ക് റിപ്പോർട്ട് മറ്റുള്ളവർക്ക് വാങ്ങാൻ പറ്റുന്നു. പെട്ടെന്ന് അത് എഴുതി തീരുകയും ചെയ്തു. എല്ലാവരും ഒരുമിച്ച് പറഞ്ഞു
എല്ലാ പ്രാവശ്യവും റിപ്പോർട്ട് കുറെ നേരം വൈകിട്ടാണല്ലോ ചെയ്യാന്നുള്ളത്. അപ്പൊ എന്താന്ന് വെച്ചാല് അവര് ചിലപ്പോ റിപ്പോർട്ടിൽ തെറ്റുണ്ടാവും. അപ്പൊ നമ്മൾ തിരുത്തി കൊടുക്കാൻ തയ്യാറാവാതെ നേരത്തെ ചെയ്തിരുന്ന ആള് അത് തിരുത്തും. വല്ല ഷൗട്ട് ചെയ്ത് പറയുമ്പോൾ അത് തിരുത്താനുള്ള ഒരു മൈൻഡും മറ്റും മാറും എന്നുള്ളതാണ്. എന്തായാലും വളരെയധികം താങ്ക് യു. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും കൂടി ആയതുകൊണ്ട് തന്നെ ഞാൻ ഇന്നത് കേൾക്കാൻ തയ്യാറായി. താങ്ക് യു ഷമി, താങ്ക് യു. താങ്ക് വളരെ നല്ല ക്ലാസ് ആയിരുന്നു. കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇതുപോലെ എന്നോട് ഫ്രണ്ട്സ് ഒക്കെ ഇതുപോലെ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയുമ്പോ ഞാൻ പറയാറുണ്ട് അത് കഴിഞ്ഞ ദിവസം പറഞ്ഞതായിരുന്നു. പക്ഷേ അത് അവര് നമ്മള് എന്താ ക്ഷമയോടെ അവരെ കേൾക്കാൻ തയ്യാറായിട്ടില്ല. അപ്പൊ അതിങ്ങനെ ഇനി മേലാൽ ഇങ്ങനെ അങ്ങനെ ചെയ്യില്ല. അതെല്ലാം അങ്ങനെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. നമ്മളെല്ലാവരും അപ്പൊ ശരിക്കും പറഞ്ഞ അവര് പറഞ്ഞ കാര്യം തന്നെയാണല്ലോ എന്ത് ചെയ്തിട്ടാണ് അത് ചേച്ചി ഇന്നലെ പറഞ്ഞതാണ്. അപ്പോഴേ അവര് അവർക്കിടെ മുഖത്ത് ആ വിഷമ ഒരു ഭാവഭേദമുണ്ട്. അത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ വീണ്ടും അവരുടെ കാണുമ്പോ പിന്നെ ഇതുപോലെ പറയും. അപ്പോഴ് ഇനി ഏതായാലും അങ്ങനെ ഒരു ഇത് മറുപടി അവർക്ക് കൊടുക്കണ്ട, നമ്മള് കേട്ടു. അതാണ് നല്ലത്. ശരി മാഡം, നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. താങ്ക് യു, താങ്ക് യു. കുറെ സമയം പോയി. നമ്മൾ വൈകിട്ടാ തുടങ്ങിയില്ല. 5:45 കഴിഞ്ഞ കേട്ടോ തുടങ്ങിയപ്പോ അല്ലേ? അതെ അതെ, തുടങ്ങിയപ്പോ ലേറ്റ് ആയല്ലോ. എന്തായാലും നല്ല ക്ലാസ് ആയിരുന്നു. നമ്മള് കേട്ടിട്ടൊക്കെ ഉള്ളതാണ് ആക്റ്റീവ് ലിസണിങ്. അതായത് നമ്മള് ഒരാളെ കേൾക്കുമ്പോൾ നമുക്കും അവർക്ക് ഉണ്ടാവുന്ന ഗുണങ്ങളുടെ ഒക്കെ നമ്മൾക്ക് അറിയാം. എന്നാൽ ഇന്ന് മാം ഒരു എക്സാമ്പിൾ ഒക്കെ വെച്ച് ഒരു കുട്ടിയുടെ എക്സാമ്പിളും കഥകളൊക്കെ പറഞ്ഞപ്പോൾ നല്ല ടച്ചിങ് ആയി. സംഭവം നന്നായിട്ട് മനസ്സിലായി. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. മാം നല്ല സെഷൻ ആയിരുന്നു. മാം നല്ല എനർജറ്റിക് ആയിട്ട് ക്ലാസ് എടുത്തു. താങ്ക് യു സോ മച്ച്. താങ്ക് യു, താങ്ക് യു. ഞാൻ 3 മണിക്ക് ഞാനേ 11:30 കിടന്ന് 3 മണിക്ക് എണീറ്റണ് ഞാൻ. പിന്നെ ഉറങ്ങിപ്പോവെന്ന് കരുതിയിട്ട് എണീക്കൂല. ഹസ്ബൻഡിനെ വിളിച്ച് ഏൽപ്പിച്ചിട്ടുണ്ട് സൗദിയിൽ എന്നെ വിളിക്കാനട്ടോ 5:30ക്ക്. 3:15 എണീറ്റതാ. ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ട്. സ്കിന്നിന് റാഷസ് ഉള്ളതുകൊണ്ട്. അപ്പൊ ഭയങ്കര കുറച്ച് സഡേറ്റീവ് ആണ് മരുന്ന്. ഉറങ്ങിയ അന്തല്ലാതെ ഉറങ്ങിപ്പോവും. പറയൂ. നമുക്ക് എന്തായാലും മൈൻഡ് അപ്പ് ചെയ്യാല്ലേ. അപ്പൊ മാം കുറച്ച് ഉറങ്ങിയിട്ടൊന്നുമില്ലല്ലോ. കുറച്ച് സമയമായി. ഇനി ഫീഡ്ബാക്ക് നിങ്ങള് ഗ്രൂപ്പിൽ പറയുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇതിന് താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു, താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.